Hi everyone. നമുക്കിന്ന് JEE Main application of derivatives എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ മിനിമം JEE Main ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, മിനിമം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൻ്റെ അകത്ത് മെയിനായിട്ട് 5 പോയിൻറ്റ്സുകളാണുള്ളത്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ ആദ്യത്തെ പോയിൻ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയാണ്. Second point, increasing and decreasing functions. Third point, tangents and normal. Fourth point, maxima and minima. Fifth point, Rolls and Lagrange's theorem. നമുക്ക് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൻ്റെ അകത്ത് തിയറി നമുക്ക് പറയുമ്പോൾ ഒന്ന് അതിൻ്റെ ഫിസിക്കൽ മീനിങ് of application of derivatives. Physical meaning എന്താ? Physical meaning of application of derivatives എന്ന് പറഞ്ഞാൽ rate of change ആണ്. Y is equal to f of x with a function of x in which x independent variable and y dependent variable. Rate of change of y with respect to x ആണ്. dy by dx എന്ന് പറഞ്ഞാൽ rate of change of y with respect to x. Rate of change of y with respect to x. ഇതാണ് dy by dx. ഡെറിവേറ്റീവ് dy by dx എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ്. ദറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ y by ഡെൽറ്റ എക്സ് ആണ്. ഫിസിക്കൽ മീനിങ് റേറ്റ് ഓഫ് ചേഞ്ച്. ഫിസിക്സ് വെലോസിറ്റി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആക്സലറേഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് dy by dxൻ്റെ ഫിസിക്കൽ മീനിങ് അതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് s is equal to f of t be the function of x ആണെങ്കിൽ, അതായത് ഒരു ബോഡി മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ or a falling body due to gravity with the equation of motion s is equal to f of t where t is the time and s is displacement. അപ്പോൾ s is equal to f of t ആണെങ്കിൽ വെലോസിറ്റി v is equal to ds by dt. അതിൻ്റെ ഡെറിവേറ്റീവാണ് ds by dt. ആക്സലറേഷൻ a is equal to dv by dt or second derivative d square s by dt square. And physical meaning. Okay? And the geometrical meaning of this case, geometrical meaning. Geometrical meaning. Geometrical meaning of derivative is slope of the tangent. ഒരു കർവ് നമുക്കിവിടെ ഉണ്ടെങ്കിൽ, ഇതാണ് കർവെങ്കിൽ ആ കർവിൽ പോയിന്റിൽ വരയ്ക്കപ്പെടുന്ന ടാൻജന്റ് നോക്കൂ, ഈ ടാൻജന്റിന്റെ സ്ലോപ്പാണ്. ലുക്ക്, ദിസ് ഈസ് p x1 y1 അല്ലെങ്കിൽ x, y x1 y1 here px, y, the slope of the tangent f dash s x1 or dy by dx at x1 y1. This is equal to what? അവിടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് പോയിന്റ് p x1 y1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണ്. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണ്. Tangent on the curve y is equal to f of x at x1 y1
at x1, y1. ഇതാണ് ഡെറിവേറ്റീവിൻ്റെ മീനിങ്, ഫിസിക്കൽ മീനിങ്ങും ജോമെട്രിക്കൽ മീനിങ്ങും. നമുക്കടുത്തത് പറയേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി. Rate of change of quantity, the first. Third point, rate of change of quantity. Rate of change of quantity. നോക്കൂ, rate of change of quantity means the rate of change with respect to time. Let y is equal to f of x be the function. Y is equal to f of x. Where x is equal to g of t, then dy by dt is equal to dy by dx into dx by dt by using chain rule. Y is equal to, let y is equal to f of x. Y is equal to f of x, where ഈ എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്, വൈ ഡിപ്പെൻഡൻ്റ് ആണ്. ആ എക്സ് ആർക്കനുസരിച്ച് വേരി ചെയ്യുന്നു. വേർ എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി. നോക്കൂ, ഒരു സർക്കുലർ പ്ലേറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു ബൈ ഡ്യൂ ടു ഹീറ്റിംഗ്. ഹീറ്റ് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നു. റേഡിയസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഏരിയ മാറുന്നു. റേഡിയസ് ഏതിനനുസരിച്ച് മാറുന്നു? ടൈമിനനുസരിച്ച്. അപ്പോൾ ഇവിടെ ഏരിയ എ ഈസ് ഈക്വൽ ടു സർക്കുലർ ആയതുകൊണ്ട് അത് പൈ ആർ സ്ക്വയർ ആണ്, അല്ലേ? അപ്പോൾ ഏരിയ വിത്ത് ഡിപ്പെൻഡ് ടു റേഡിയസ് ആണ്. പൈ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ആ റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഡി എ ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എ ബൈ ഡി ആർ ഇൻറ്റു വാട്ട്? ഡി ആർ ബൈ ഡി ടി. ക്ലിയർ ഉണ്ടോ? ഡി എ ബൈ ഡി ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഹിയർ ഡി വൈ ബൈ ഡി എക്സ്, dy by dt is equal to dy by dx into y in terms of x into dx by dt. The rate of change of quantity. ഇത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ മാസ്റ്റർ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ dy by dt is equal to dy by dx into dx by dt. നോക്കൂ അതിൻ്റെ പ്രോബ്ലം. If the surface area of a cube is increasing at a rate of 3.6 centimeter square per second, retaining its shape, then the rate of change of its volume in centimeter cube per second when the length of a side of the cube is 10 centimeter is. ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ക്യൂബാണ്. ഈ ക്യൂബിൻ്റെ സൈഡ് എ, the side of the cube A, ലെന്ത് എ, ഹൈറ്റ് എ കാണും. അപ്പോൾ സർഫസ് ഏരിയ ഓഫ് ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 3.6 സെൻറ്റിമീറ്റർ ക്യൂബ്. സർഫസ് ഏരിയ എസ്, ലെറ്റ് എസ് ബി ദ സർഫസ് ഏരിയ. എസ് ഈസ് ഈക്വൽ ടു ഹൗ മെനി ഫേസസ്? 6 ഫേസ്. എ സ്ക്വയർ ആണ്. അപ്പോൾ 6a സ്ക്വയർ ആണ്. ഇസ്ന്റ് ഇറ്റ്? ഒരു ഫേസ് കണ്ടില്ല, ഈ ഫേസിൽ ഇതിൽ എ സ്ക്വയർ ആണ്. ഇതുപോലത്തെ എത്ര ഫേസുകളുണ്ട്? 6 ഫേസുകളുണ്ട്. 6a സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് എടുക്കുമ്പോൾ ഡി എസ് ബൈ ഡി ടി ദറ്റ് ഈസ് ഈക്വൽ ടു ഡി എസ് ബൈ ഡി എ ഇൻറ്റു ഡി എ ബൈ ഡി ടി. Isn't it? ds by dt is already given 3.6 centimeter square per second. This is 3.6 equal to
ds by dt, this is s is equal to 6a square. Differentiate s with respect to a. 6 into a square derivative 2a. 6 into 2, 12a into ds by dt, dA by dt, isn't it? So dA by dt is equal to dA by dt, that is equal to 3.6 divided by 12a. Clear? Then the rate of change of its volume in centimeter cube per second. നമുക്ക് കണ്ടുപിടിക്കേണ്ട rate of change of volume ആണ്. When the length of the side of cube is 10 centimeter. V is equal to volume, V is equal to base area into height, a square into a cube. dV by dt, formula dV by dt is equal to dV by dA into dA by dt. So that is equal to dA by dV by dA, the derivative of V with respect to a cube derivative 3a square into dA by dt 3.6 divided by 12a. Isn't it? A cancel, that is equal to 3 and cancel 3.6 divided by 4a. 3.6 by 4 into a. Isn't it? Then when the length of the side is 10, length of the side of cube is 10 centimeter. A is equal to 10 centimeter. dV by dt at a is equal to 10. So that is equal to 3.6 into 10, 36 divided by 4. That is equal to 9. 9 centimeter cube per second. 9 centimeter cube per second. Isn't it? Answer? The correct answer is 4. Okay? Rate of change of quantity. നമ്മൾ ഈ വരുന്ന എക്സാമിനേഷന് JEE മെയിൻ എക്സാമിനേഷന് പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ട് ഇതാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയാണ്. മെയിനായിട്ടും അതിലുള്ള 5 പോയിന്റുകൾ നമ്മൾ പറഞ്ഞെങ്കിലും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി, ഇൻക്രീസിങ്, മാക്സിമം ആൻഡ് മിനിമം, ഈ 3 പോർഷനിൽ നിന്നായിരിക്കാം ക്വസ്റ്റ്യൻസ് വരാൻ ഏറെ സാധ്യത. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയിലെ ക്വസ്റ്റ്യൻസ് വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. വായിച്ചു നോക്കുക, അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക, അവയെ എങ്ങനെ എത്താമെന്ന് നമുക്ക് ശ്രദ്ധിക്കണം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയിൽ ഫോർമുല എന്ന് പറഞ്ഞാൽ dy by dt is equal to dy by dx into dx by dt ആ. അത് കണക്ട് ചെയ്ത വേരിയബിൾ നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ if the volume of a spherical ball is increasing at the rate of 4 pi centimeter cube per second, then the rate of change of its radius in centimeter per second when the volume is 288 pi centimeter cube. Volume V is equal to volume V is equal to V is equal to what? 4 by 3 pi r cube. ശരിയല്ലേ? സ്പെറിക്കൽ ബോളാണ്, സ്പിയറിൻ്റെ സ്പെറിക്കൽ ബോളിൻ്റെ വോളിയം 4 by 3 pi r cube. അത് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന dV by dt ആണ്. dV by dt is equal to how much? 4 pi centimeter cube per second ആണ്. Clear? Then the rate of change of
increasing. ഇവിടെ V is equal to 4 by 3 pi r cube ആണെങ്കിൽ ആ വോളിയം 288 pi that is equal to 4 by 3 pi r cube. Then r cube is equal to pi cancel. R cube is equal to what? 72 into 3, 216. Then R is equal to 6 centimeter. ഈ വോളിയം 288 പൈ ആണെങ്കിൽ റേഡിയസ് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇഫ് ദ വോളിയം ഓഫ് ദ സ്പെയർ ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് തന്നിട്ടുണ്ട്, dv by dt തന്നിട്ടുണ്ട്. ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഇറ്റ്സ് റേഡിയസ് ആണ് നമുക്ക് എടുക്കേണ്ട ഫോർമുല. dv by dt that is equal to dv by dr into dr by dt. ഇതിൽ കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? dr by dt നെ. dv by dt ആരാ? 4 pi. dv by dr ഇതാണ് v വിത്ത് റെസ്പെക്ട് ടു r ആണ്. നമുക്ക് ചെയ്യുമ്പോൾ 4 by 3 pi into 3r square 3 ക്യാൻസൽ. അപ്പോൾ നമുക്ക് എന്ത് വരുന്നു? 4 pi r square ആണ്. 4 pi r square 4 by 3 pi into 3r square 4 pi r square into dr by dt into dr by dt. എത്ര ഈസി ആയിട്ട് നമുക്ക് കിട്ടി. dr by dt is equal to what? 4 pi cancel 1 by r square. നമുക്ക് ചോദ്യം ഇതാണ്, എപ്പോ when the volume is 288 pi 288 പൈ ആവുമ്പോൾ റേഡിയസ് എത്രയാ? 6 സെന്റിമീറ്ററാ. dr by dt ഇൻ ടേംസ് ഓഫ് എന്തിലാ കിട്ടിയിരിക്കുന്നത്? ആറില്ല. അപ്പോൾ dr by dt നമുക്ക് എന്താ കാണണ്ടേ? dr by dt at r is equal to എത്ര? r is equal to 6. So that is equal to 1 by 6 square equal to 1 by 36 centimeter per second. 1 by 36 centimeter per second. The answer is എത്രയാണ്? 1 by 36 ആണ്. ഇൻ സെന്റിമീറ്റർ പെർ സെക്കൻഡിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയുടെ അടുത്ത പ്രോബ്ലം. ഇത് നമുക്ക് ചോദിച്ചിരിക്കുന്ന 2014 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. സെയിം ക്വസ്റ്റ്യൻ അല്ല, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എക്സാമിനേഷന് വരുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതിൽ ചെറിയ മാറ്റേഴ്സ്, ചെറിയ ടേംസിന് വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ പ്രോബ്ലം നന്നായി പ്രാക്ടീസ് ചെയ്താൽ, പ്രോബ്ലം നമ്മൾ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പഠിച്ചെടുത്താൽ നമുക്ക് എക്സാമിനേഷന് വരുന്ന ക്വസ്റ്റ്യൻ വളരെ ഈസിയായി ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കൂ. A point on the parabola y square is equal to 18x at which the ordinate increase at twice the rate of the abscissa is. Y square is equal to 18x, x abscissa and y ordinate. Look, the ordinate increasing at twice the rate of the abscissa. y with respect to x dy by dx എത്രയാ? dy by dx ഇവിടെ dy by dx y ordinate abscissa x dy by dx equal to 2 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദിസ് ഈസ് ഗിവൺ. dy by dx equal to 2 ആണ്. which the ordinate increase at twice the rate of the abscissa. dy by dx ordinate y with respect to abscissa x dy by dx is equal to 2 or dy by dt is equal to 2 into dx by dt. അതാണ് dy by dx equal to 2.
dy by dx equal to 2 ആണ്. y square is equal to 18x ആണ്. 18x ആണ്. Look. Then differentiate with respect to x ചെയ്യുമ്പോൾ differentiate with respect to x. With respect to x ചെയ്യുമ്പോൾ y സ്ക്വയറിൻ്റെ 2y into dy by dx. The derivative of y square 2y into dy by dx equal to 18 into derivative of x 1. Then dy by dx is equal to 18 by 2y, that is 9 divided by y. 9 divided by y. dy by dx is equal to 9 by y. dy by dx നമുക്കറിയാലോ dy by dx 2 is equal to 9 divided by y. Then y is equal to 9 by 2. y 9 by 2 ആണ്. 9 by 2 ഉള്ള ആൻസറുകൾ ഇതുണ്ടോ? ഇത് ആൻസർ 9 by 2 ആണ്. ദിസ് ഈസ് ഓൾസോ 9 by 2 ആണ്. അപ്പോൾ നമുക്ക് എക്സ് കിട്ടണം. അപ്പോൾ y സ്ക്വയർ ഈസ് ഈക്വൽ ടു വരിക 9 by 2 ദ ഹോൾ സ്ക്വയർ വൈയുടെ സ്ഥാനത്ത് കൊടുത്തു ഈക്വൽ ടു 18x ആണ്. Then 81 divided by 4. 81 divided by 4 whole divided by 18 is equal to x ആണ്. Therefore x is equal to 9 ആകുമ്പോൾ അവിടെ നമുക്ക് 9 by 8. ഇത് 9 2 ആണ്. 9 by 8 ആണ്. So the coordinate is 9 by 8, 9 by 2. Clear? The correct answer is first option. നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന പാർട്ട്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയിൽ dy by dt is equal to dy by dx into dx by dt ആണ്. അതിനെ ബേസ് ചെയ്യുന്ന 3 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ആ ക്വസ്റ്റ്യൻസ് എല്ലാം NCERT ക്വസ്റ്റ്യൻ്റെ അതേ പാറ്റേൺ അതേപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നിങ്ങൾക്കറിയേണ്ടത് ആ NCERTയിലെ അതേ ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ അല്ല, അതേമാതിരി അതേ ടൈപ്പാണ് എന്നുള്ളതാണ്. ഈ പ്രോബ്ലം നമ്മൾ ചെയ്ത് മനസ്സിലാക്കിയാൽ ഇത് മോഡൽ വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഷുവറായി ചെയ്തെടുക്കാം. അവിടെ 3 ഡിഫറെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ NCERT എക്സസൈസിൽ കിടക്കുന്നു. അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് JEE മെയിൻ്റെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്നതെല്ലാം അതിൽ നിന്നും എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ ഈ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഞാൻ പറഞ്ഞു മിനിമം ഒരു ക്വസ്റ്റ്യൻ വരും. 2 ക്വസ്റ്റ്യനും ചില വർഷങ്ങളിൽ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മസ്റ്റായും ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്യാൻ പറ്റും. നമ്മൾ ആ മാതിരിയാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ, അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഓക്കെ, നോക്കൂ, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന പോർഷനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്കിനി അടുത്തത് നമുക്ക് എടുക്കേണ്ടത്, ഇവിടെ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന പോയിൻ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ആണ്. നിങ്ങൾക്ക് വളരെ ഈസിയായി നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒന്നാണ് ഇത്. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻ. നാലാമത്തെ ശരിക്കും പോയിന്റ് 1 ഇതാണ്. ഞാൻ ആദ്യം അതിലെ ടേംസ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നൗ ദെൻ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. Increasing and decreasing. Increasing and decreasing functions. നോക്കൂ, നിങ്ങൾ എക്സിൻ്റെ വാല്യൂ y is equal to f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവണമെങ്കിൽ ഇഫ് എക്സ് ഇൻക്രീസ് y ഓൾസോ ഇൻക്രീസ്. എക്സിൻ്റെ വാല്യൂ കൂടുന്നു, വൈയുടെ വാല്യൂ കൂടുന്നു. എക്സിൻ്റെ വാല്യൂ കുറയുന്നു, വൈയുടെ വാല്യൂ കുറയുന്നു. രണ്ടും ദ എക്സ് ആൻഡ് വൈ മൂവിങ് ദ സെയിം ട്രെൻഡ്. എക്സും വൈയും ഒരേപോലെയാണെങ്കിൽ എക്സ് കൂടുമ്പോൾ വൈ കൂടുന്നു, എക്സ് കുറയുമ്പോൾ വൈ കുറയുന്നു എങ്കിൽ അത് ഇൻക്രീസിങ് ആണ്. Both the variable dependent and independent variable move the same trend, we can say increasing.
ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഇൻക്രീസിങ്ങിൽ നമ്മൾ ഇൻക്രീസിങ് എന്നും സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങും എന്നുണ്ട്. ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ അത് സംടൈംസ് നമുക്കത് സെയിം ആയ നോൺ ഡിക്രീസിങ്ങിനെയാണ് ഇൻക്രീസിങ് എന്ന പേരിൽ NCERT പറയുന്നത്. നോൺ ഡിക്രീസിങ്ങിനെയാണ് ഇൻക്രീസിങ് എന്ന പേരിൽ NCERT പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഫങ്ഷൻ നമുക്ക് പറയുന്നു, ഒരു ഫങ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത ആ കർവ് നിങ്ങൾ നോക്കൂ. ഒരു കർവ് ഇൻക്രീസിങ് എന്ന് പറയണമെങ്കിൽ ഇവിടെ നിങ്ങൾക്കറിയാം ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ദേ ഇങ്ങനെ നമുക്ക് പോകുന്നു, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിട്ടുള്ള ഇത് തന്നെ നമുക്ക് കർവ് ഇങ്ങനെ വന്നാലും സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഇൻക്രീസിങ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. പക്ഷെ നമുക്ക് ഈ കർവ് സംടൈംസ് ഇതേ കാര്യം തന്നെ നമുക്ക് വരുന്നു, ഇതുപോലെ തന്നെ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ കർവിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് സംടൈംസ് അതിനുശേഷം അത് ഇങ്ങനെ ഡിക്രീസ് ചെയ്യാതെ പോകുന്നു, വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു കണ്ടോ. ഇത് ഇൻക്രീസിങ് ആണ്, ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഈ ഇൻക്രീസിങ്ങും സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങിൻ്റെ ഫംഗ്ഷനിൽ ഇൻക്രീസിങ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണ്. f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻക്രീസിങ് എങ്കിൽ അവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇൻക്രീസിങ് ആണെങ്കിൽ f'(x0) greater than or equal to 0 for all values of x0 belongs to its domain to interval a comma b. നമ്മൾ ഏതെങ്കിലും ഒരു ഇൻ്റർവെല്ലാണ് പറയുന്നതെങ്കിൽ ആ ഇൻ്റർവെല്ലിലുള്ള വാല്യൂ ആയിരിക്കണം x0. a comma bയിൽ അത് ഇൻക്രീസിങ് ആണെങ്കിൽ x0 is an any values in the interval a comma b, f'(x0) should be greater than or equal to 0. അത് ഇൻക്രീസിങ് ആണ് എന്ന് വെച്ചാൽ നോൺ ഡിക്രീസിങ് ആണ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എങ്കിൽ f'(x0) എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷനെ കുറിച്ചാണ് ഞാൻ, ഇൻക്രീസിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഡിക്രീസിങ് ആണെങ്കിലോ, if the function f(x) is decreasing, എവിടെ? decreasing on a comma b. a comma b എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ ഡിക്രീസിങ് ആയി. a comma b എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ അത് ഡിക്രീസിങ് ആവുന്നു എങ്കിൽ then എങ്ങനെയായിരിക്കണം? then f'(x0) എന്ന് പറഞ്ഞാൽ f'(x0) less than or equal to 0 for all values of x0 belongs to a comma b. അവിടെ ഡിക്രീസിങ് ആണെങ്കിൽ f'(x0) നെഗറ്റീവാണ്. ഇൻക്രീസിങ് ആവണമെങ്കിൽ f'(x0) എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിലോ, സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെങ്കിലോ, f(x) is strictly decreasing on a comma b. a comma bയിൽ അത് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെങ്കിൽ നമുക്കിവിടെ then what? then f'(x0) less than 0 for all values of x0 belongs to a comma b. ഞാൻ അതിൻ്റെ തിയറി ഏറ്റവും മിനിമൈസ് ചെയ്താണ് പറയുന്നത്, ഏറ്റവും മിനിമൈസ് ചെയ്ത്. നിങ്ങൾ അറിയേണ്ടത് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെങ്കിൽ f'(x0) ആ ഇൻ്റർവെല്ലിലെ വാല്യൂവിനെയാണ് x0 എന്ന് പറഞ്ഞത്. f' ആ വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ അതെന്ത് ചെയ്യണം? ഇൻക്രീസിങ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയാൽ മതി. സ്ട്രിക്ട്ലി ആണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ 0 ആയാൽ മതി. ഡിക്രീസിങ് ആണെങ്കിൽ f'(x0) ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെങ്കിൽ f'(x0) ലെസ് ദാൻ 0 ആണ്. ഓർത്തിരിക്കാമല്ലോ ആ പോയിന്റ്. നോക്കൂ, സെക്കൻഡ് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു
സെക്കൻഡ് പോയിന്റ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനാണ്. ആ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. നമ്മുടെ ഏറ്റവും മിനിമമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും എന്താണെന്നുള്ള പരത്തി പറയുന്നതിന് പകരം ഞാൻ ഏറ്റവും ചുരുക്കാൻ ഫിഗർ പറഞ്ഞു. കണ്ടോ, ഇവിടെ സ്ലോപ്പ് പോസിറ്റീവാന്നേ. ഈ സ്ലോപ്പിനെയല്ലേ ജോമെട്രിക്കൽ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞത്, അത് പോസിറ്റീവ് ആവുകയാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 മറ്റേത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 സംടൈംസ് അത് നോൺ ഡിക്രീസിങ് ആയതുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പോയിന്റ്? ഈ തിയറിയെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ തിയറി ബേസ് ചെയ്യുന്ന ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനിലെ തിയറി ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കറിയേണ്ട ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇൻക്രീസിങ് ഡിക്രീസിങ്ങിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ എന്ത് കണ്ടിരിക്കണം? ഡെറിവേറ്റീവ് കാണുക. ആ ഡെറിവേറ്റീവ് എവിടെല്ലാമാണ് പോസിറ്റീവ് എവിടെല്ലാമാണ് നെഗറ്റീവ് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ, പോസിറ്റീവ് ഉള്ളത് ഇൻക്രീസിങ് ഇൻ്റർവലും നെഗറ്റീവ് ഉള്ളത് ഡിക്രീസ്, ആ ഫംഗ്ഷൻ ഡിക്രീസ് ചെയ്യുന്ന ഇൻ്റർവലുമാണ്. ഇത്രയും ബേസിക്കായ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3 sin raised to 4x പ്ലസ് 10 sin cube x plus 6 sin square x minus 3x belongs to minus pi by 6 to pi by 2. Then if is എവിടെയാണ് ഇൻക്രീസിങ് എവിടെയാണ് ഡിക്രീസിങ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഇത് 2021 ചോദിച്ച ചോദ്യമാണ്. നിങ്ങളുടെ NCERT ബുക്കിലെ എക്സസൈസിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ്റെ അതേ പാറ്റേൺ ആണ്. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ സെയിം ആണ്, ക്വസ്റ്റ്യൻ വ്യത്യാസമാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ, നമ്മൾ ക്വസ്റ്റ്യനെ എന്താണെന്ന് മനസ്സിലാക്കി അത് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് JEE മെയിൻ ചോദിക്കുന്ന ചോദ്യം ഷുവറായി ചെയ്യാം. 100% നമുക്കെത്താം, ഒരു പ്രശ്നവും. ഓരോ ചാപ്റ്ററേയും ഇതുപോലെ ഓരോ ചാപ്റ്ററും നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അവ ചെയ്യാൻ പഠിച്ചാൽ മതി. നോക്കൂ, അതിൻ്റെ തിയറിയിൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഇതാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എഫ് ഡാഷ് എക്സ്. വാട്ട് ഈസ് എഫ് ഡാഷ് എക്സ്? എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 3 sin raised to 4x, 3 into 4 sin cube x into sin xൻ്റെ ഡെറിവേറ്റീവ് ആയ കോസ് എക്സ്. sin raised to 4xൻ്റെ ഡെറിവേറ്റീവ് 4 sin cube x into sin xൻ്റെ ഡെറിവേറ്റീവ് ആയ cos x. That is equal to 4 into 3, 12. Sin cube x into sin x in derivative cos x. Clear? Plus 10 sin cube x, 10 into 3 sin square x into cos x. About 30 sin square x into cos x. Clear? Cos x is the derivative of sin x. 6 sin square x, 6 into 2 sin x into cos x. 6 into 2, 12 sin x into cos x. മൈനസ് 3യുടെ ഡെറിവേറ്റീവ് 0 ആണ്. സോ ലുക്ക് ഹിയർ, എല്ലാ ടൈമിൽ നിന്നും നമുക്ക് എന്തെടുക്കാം? നമുക്ക് ഒരു 6 sin x cos x എടുക്കാം. sin x into cos x. The bracket here 2 sin square x. 2 sin square x plus 2 sin square x plus 30 sin square x cos square x here 5 sin x plus 2 ആണ്.
ഈ ടേം നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. ഈ മിഡിൽ ടേമിന് നമുക്ക് 2 sin x പ്ലസ് 3 എന്ന് പറഞ്ഞുള്ള ടേമിൽ എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ഈക്വൽ ടു 6 sin x ഇൻറ്റു cos x ഇൻറ്റു 2 sin x പ്ലസ് 1 ഇൻറ്റു sin x പ്ലസ് 2. നോക്കൂ, 2 sin x ഇൻറ്റു sin x 2 sin square x, 2 sin x 4 sin x പ്ലസ് sin x 5 sin x, 1 ഇൻറ്റു 2 2 ആണ്. സോ വി ഫാക്ടറൈസ്. ഒന്നുകിൽ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് ഫാക്ടറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. ഇവിടുത്തെ ഒരു പ്രത്യേകത ദിസ് ഈസ് ഈക്വൽ ടു 0 നമ്മൾ കൊടുക്കുവാണ്. ഇഫ് f'(x) 0 വരുന്നതായ കേസുകൾ കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് ആ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടില്ലോ. f'(x) 0 വരുന്ന ഒരു കേസ് sin x 0 ആയി. sin x 0 ആണെങ്കിൽ x 0 എന്ന് കിട്ടി. മറ്റൊന്ന് cos x 0. cos x എപ്പോഴാണ് 0 വരുന്നത്? cos x 0 വരുന്നത് π/2 ആ ഇൻ്റർവലാണ്, ക്ലോസ്ഡ് ഇൻ്റർവൽ -π/6 മുതൽ അപ്പോൾ ഇവിടെ നമുക്ക് π/2 എടുക്കാം. ക്ലോസ്ഡ് ഇൻ്റർവൽ π/2 ഇഫ് cos x ഈക്വൽ ടു 0 x ഈക്വൽ ടു π/2. പിന്നെ sin x പ്ലസ് 2 ഈക്വൽ ടു 0 sin x ഈക്വൽ ടു -2 ഈസ് നോട്ട് പോസിബിൾ. കാരണം sin x-ൻ്റെ വാല്യൂ -1 മുതൽ +1 വരെ വരൂ. ശരിയല്ലേ? അവിടെ sin x പ്ലസ് 2 ഈക്വൽ ടു 0 ഈ ക്വാണ്ടിറ്റി നമുക്ക് നോട്ട് പോസിബിൾ ആണ്. ഇവിടെ പിന്നെ sin x ഈക്വൽ ടു -1/2 2 sin x പ്ലസ് 1 ഈക്വൽ ടു 0 sin x ഈക്വൽ ടു -1/2. sin x -1/2 ആവുന്നത് -π/6ലാണ്. അപ്പോൾ അടുത്ത വാല്യൂസ് -π/6. അങ്ങനെ 3 ക്രിട്ടിക്കൽ വാല്യൂസ് ഉള്ളത്. നിങ്ങളൊരു ലൈൻ ഡയഗ്രാം അങ്ങ് വരയ്ക്കുക. ലൈൻ ഡയഗ്രത്തിൽ നമുക്ക് എടുക്കേണ്ടത് ഇൻ്റർവൽസ് മൈനസ്, അതുപോലെ നമുക്കിവിടെ നമുക്ക് എടുക്കാവുന്നത് -π/6. ഇവിടെ നമുക്ക് എടുക്കുന്നത് നമുക്ക് എന്തെടുക്കാം 0. ഇവിടെ നമുക്ക് എന്തെടുക്കാം π/2 അല്ലേ? അപ്പം -π/6 മുതൽ 0 വരെ നമുക്ക് ഈ പറയുന്ന f' നേച്ചർ, f' എന്താണെന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. f' എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. f' എങ്ങനെയാണ് വരുന്നത്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അവിടെ നമുക്ക് എന്താ വരുന്നത്, ഇവിടുത്തെ ടേംസിനനുസരിച്ച് നമുക്ക് ഈ ടേമിൽ നമ്മൾ കൊടുക്കുമ്പോൾ നെഗറ്റീവ് ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരുന്നു, ഇവിടെ നമുക്ക് എന്ത് വരുന്നു, നെഗറ്റീവ്. ഇവിടുത്തെ ടേംസിൽ ഈ -∞ മുതൽ 0 വരെ ഈ സൈൻ എന്താണ്, നെഗറ്റീവാണ്. സൈൻ നെഗറ്റീവാണ് ഇൻ്റർവൽ അല്ലേ? ഈ ടേം എപ്പോഴും നമുക്ക് എന്താണ്, പോസിറ്റീവാണ്. ഇത് ഓൾവേസ് പോസിറ്റീവ് വരുള്ളൂ. കാരണം സൈൻ്റെ വാല്യൂ മാക്സിമം നമുക്ക് വരാവുന്നത് 1ഉം മിനിമം വരാവുന്നത് -1ഉമാണ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി പോസിറ്റീവാണ്. ഈ സൈൻ ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് മൊത്തം എന്തായിരിക്കും, നമുക്ക് നെഗറ്റീവാണ് വരുന്നത്, നെഗറ്റീവാണ് വരുന്നത്. ഈ ടേം എന്ത് വരുന്നു, നമുക്ക് പോസിറ്റീവ് വരുന്നു അല്ലേ? ഇവിടെ നമുക്ക് ഇത് -π/2 വരുമ്പോൾ ഇവിടെ 0 ആയിപ്പോയി. അത് കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ f'(x) നെഗറ്റീവാണ്. f'(x) നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ആ സാധനം എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. f'(x) എവിടം മുതൽ എവിടം വരെ, ഇത് നെഗറ്റീവ് വരുന്നു. ഇത് നെഗറ്റീവ് വന്നാൽ ഇതെന്താണ്, നമുക്ക് പോസിറ്റീവ് ആണ് വരുന്നത് അല്ലേ? നോക്കൂ, അത് പോസിറ്റീവാണ്. കാരണം 0 to π/2 sin x പോസിറ്റീവാണ്, cos x പോസിറ്റീവാണ്, ഇതെന്താണ്, പോസിറ്റീവാണ്. ഇത് ഓൾവേസ് പോസിറ്റീവാണ്. അപ്പോൾ എവിടെ ഇത് ഡിക്രീസ് ചെയ്യുന്നത്, -π/6 to 0 അതെന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. നമുക്കറിയാം f'(x) നെഗറ്റീവ് വന്നാൽ ഡിക്രീസിങ്ങും f'(x) പോസിറ്റീവ് വന്നാൽ ഇൻക്രീസിങ്ങുമാണ്. അപ്പോൾ 0 to π/2 അത് ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഇത് ഇൻക്രീസിങ് ഉള്ള മിസ്റ്റേക്കാണ്. ഇത് ഡിക്രീസിങ് ഓൺ 0 to π/2 തെറ്റാണ്. ഇൻക്രീസിങ് -π/6 to 0 തെറ്റാണ്. ഡിക്രീസിങ് ഇൻ -π/6 to 0 കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ അവിടെ കറക്റ്റായുള്ളത് ഏതാണ്, 4th ഓപ്ഷനാണ്. ഉണ്ടോ? നമ്മൾ എന്തേ ചെയ്തോളൂ, ഡെറിവേറ്റീവ് എടുത്തു, ഫാക്ടറൈസ് ചെയ്തു, ഈക്വൽ ടു 0 കൊടുത്തുകൊണ്ട് ക്രിട്ടിക്കൽ പോയിൻ്റ് എടുത്തു. അങ്ങനെ ആ ഇൻ്റർവെല്ലിൽ f' പോസിറ്റീവോ നെഗറ്റീവോ എന്ന് നോക്കി. അപ്പം നമുക്കിവിടെ -π/6 മുതൽ 0 വരെ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ആ ഫങ്ഷൻ ഡിക്രീസിങ് ആണ്. ക്ലിയർ? നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം.
Question number 5. If the function f given by f of x equal to x cube minus 3 into a minus 2 into x square plus 3ax plus 7 for some a belongs to real number is increasing in 0 to 1, 1 closed, and decreasing in 1 to 5, 1 here also closed, semi-closed interval, then a root of the equation f of x minus 14 divided by x minus 1 the whole square equal to 0, x not equal to 1. ഇവിടെ f of x എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ നോക്കൂ, for some a belongs to r is increasing in 0 to 1. അത് ഇൻക്രീസ് ചെയ്യുന്നു. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്ത് നോക്കാം. അതാണ് അതിൽ ഏറ്റവും നല്ലത്. ഇവിടെ നമുക്ക് ദിസ് ഈസ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇന്ന് സ്കെച്ച് ചെയ്യുമ്പോൾ ഈ കർവ് ഉണ്ടല്ലോ എഫ് ഓഫ് എക്സ്, അത് 0 മുതലാണ്. 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 0 ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരും? ഇത് 0 ആണ്. ഇവിടെ 1 എടുക്കാം. ഇവിടെ നിങ്ങൾ 5 എടുത്തോളൂ. 0 കൊടുക്കുമ്പോൾ ഈ എക്സ് 0, ഇത് 0, ഇത് 0, ബാക്കി 7 വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കർവ് ഇതാണെന്ന് വിചാരിച്ചു. ഇതാണ് 0,7. 0,7 1ൽ അത് മാക്സിമത്തിലെത്തുന്നു അല്ലേ? 1ൽ അത് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്ന 0 to 1 ആണ്. അപ്പോൾ ഈ കർവ് 0 to 1 ആണ്. 5ൽ അത് എന്ത് ചെയ്യുന്നു? 5ലെ വാല്യൂസ് എത്രയാണെന്ന് നോക്കണ്ട, നമുക്ക് അതെന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ആ കർവ് ഏകദേശം എങ്ങനെയാണ് പോകുന്നത്? ഇവിടെ നിന്ന് അത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു, ഇവിടെ നിന്ന് അത് എന്ത് ചെയ്തു? പിന്നെ ഡിക്രീസ് ചെയ്തു. Isn't it? So you can draw a tangent. നിങ്ങൾക്കൊരു ടാൻജൻറ്റ് വരയ്ക്കാം. എവിടെ വരയ്ക്കാം? ഇത് ഈ 1ൽ വരയ്ക്കാം. ഈ 1ൽ വരയ്ക്കുന്ന ടാൻജൻറ്റ് അത് ആർക്ക് പാരലായിരിക്കും? എക്സ് ആക്സിന് പാരലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ്, അതിൻ്റെ സ്ലോപ്പ് അവിടെ എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്കറിയണം ഇവിടെ നമുക്ക് എന്താണ്, നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായത് f'1 എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. f'1 ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം f' എന്ന് വെച്ചാൽ എന്താണ്? ഡെറിവേറ്റീവ് ആണ്. ആ ഡെറിവേറ്റീവ് ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ജോമെട്രിക്കലി സ്ലോപ്പ് ഓഫ് ദ ടാൻജൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ 1ൽ ഇത് ഇൻക്രീസ് ചെയ്ത് 1ൽ വരെ ചെന്നിട്ട് പിന്നെ അത് ഡിക്രീസ് ചെയ്യുമ്പോൾ വി ക്യാൻ ഡ്രോ എ ടാൻജൻറ്റ് വിച്ച് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1ൽ അങ്ങനെ ഒരു ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും. എക്സ് ഈക്വൽ ടു 1ൽ അങ്ങനെ ഒരു ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റിയാൽ ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് ഇവിടെ എന്താണ്? 0 ആണ്. അപ്പോൾ ഞാൻ f'1 ഈസ് ഈക്വൽ ടു 0 എന്നുള്ള കൺസെപ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് f'(x) കണ്ടുപിടിക്കാം. What is f'(x)? f'(x) is equal to 3x square. Okay, 3x square minus 6 into a minus 2 into x plus ഇവിടെ 3axൻ്റെ ഡെറിവേറ്റീവ് 3a ആണ്, പ്ലസ് 7ൻ്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോയി. ഇവിടെ നമ്മൾ കണ്ടതാണ് f'1 ഈസ് ഈക്വൽ ടു 0 ആണ്. f'1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമുക്കിവിടെ 0 ഈസ് ഈക്വൽ ടു f'1 0 ഈസ് ഈക്വൽ ടു 3 മൈനസ് 6a പ്ലസ് 12 പ്ലസ് 3a. Isn't it? So that is equal to 15 minus 3a. 3a is equal to 15. a is equal to 5 എന്ന് കിട്ടി ആ കണ്ടീഷനിൽ നിന്ന്. ഇവിടെ നിങ്ങൾക്കപ്പോൾ എടുത്തത് ഇതുകൊണ്ടാണ്. f' ഇവിടെ എന്താണ്? f' ഈ പോയിന്റ് വരയ്ക്കുന്നതിൻ്റെ ഡെറിവേറ്റീവ് f' എന്താണ്? 0 ആണ്. f'1 ഈസ് ഈക്വൽ ടു 0 ആണ്. ഇത് 1 എന്നുള്ള പോയിന്റിലാണ് നമുക്കിവിടെ ടാൻജൻറ്റ് കിട്ടിയിരിക്കുന്നത്. 1 എന്നുള്ളത് കണ്ടോ, ഇത് 1 ആണ്. f'1 ഈസ് ഈക്വൽ ടു 0 എന്നുള്ള കൺസെപ്റ്റ് എടുക്കുമ്പോൾ എയുടെ വാല്യൂ 5 എന്ന് കിട്ടി.
അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്? എഫ് ഓഫ് എക്സ് ആരാ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. 5 minus 2 3 3 into 3 9 minus 9x square plus 9 plus 15 plus 15x 15x plus 7 ആണ്. ദിസ് ഈസ് എഫ് ഓഫ് എക്സ്. ഇതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നിങ്ങൾക്കിനി വേണ്ടത് ആരാണ്? എഫ് ഓഫ് എക്സ് മൈനസ് 14 ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് മൈനസ് 14. What is f of x minus 14? f of x minus 14 divided by x minus 1 the whole square. X minus 1 the whole square is equal to what? Equal to 0, x not equal to 1. ഇവിടെ നമുക്ക് വരുന്നത് f of x x cube minus 9x square plus 15x plus 7 minus 14 that is equal to x cube minus 9x square plus 15x minus 7 whole divided by x minus 1 the whole square is equal to 0, isn't it? You know, x square minus 2x plus 1 into x minus 7. Here x square into x, x cube minus 7x square minus 2x square is minus 9x square minus 2x minus 7 is 15 minus 14x plus 1 into x is 15x. 1 into minus 7 is minus 7. So we can split, we can factorize in this is x cube minus 9x square plus 15x minus 7 is can be written as x square minus 2x plus 1 into x minus 7. This is divided by what? X minus 1 the whole square equal to 0. You can cancel this. This x square minus 2x plus 1 is x minus 1 the whole square. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? x minus 7 equal to 0. Then x is equal to what? x equal to 7 ആണ് അതിൻ്റെ റൂട്ട്. x equal to 7 ആണ് അതിൻ്റെ റൂട്ട്. നിങ്ങളോട് ചോദിച്ചേക്കുന്ന റൂട്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ഇൻക്രീസിങ് ഡിക്രീസിങ്ങുമായി കണക്ട് ചെയ്തിട്ട് അവിടുത്തെ ഒരു വേറൊരു ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് കാണണം. ആ എഫ് ഓഫ് എക്സ് കണ്ടാൽ എഫ് ഓഫ് എക്സ് മൈനസ് 14 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. അത് നമുക്ക് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 7 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 7 എന്ന് വന്നു. ഒന്നുകൂടി ഒന്ന് കണക്ട് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ക്ലിയർ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ഇതാണ്. 2017-ലും 9-ലും നമുക്ക് ചോദിച്ച ചോദ്യമാണ്. പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻ ആണ്. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിരവധി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അതിൻ്റെ തിയറിയിൽ വ്യക്തത വരുത്തിയതാണ്. ഇൻക്രീസിങ് ഡിക്രീസിങ് ചോദിക്കുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് നിങ്ങൾ കാണേണ്ടത്. ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ആ ഇൻ്റർവെൽ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇവിടെ the function f defined by f of x equal to x cube minus 3x square plus 5x plus 7 is. അവിടെ നമുക്ക് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് കാണും? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെറിവേറ്റീവ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ശരിയല്ലേ? ആ ഡെറിവേറ്റീവ് എടുത്തിട്ട് കിട്ടുന്ന ഡെറിവേറ്റീവ് നമ്മൾ പറയുന്ന ഇൻ്റർവെല്ലിൽ അത് പോസിറ്റീവ് എങ്കിൽ അത് ഇൻക്രീസിങ്ങും നെഗറ്റീവ് എന്നാണെങ്കിൽ അതെന്താണ്? ഡിക്രീസിങ്ങുമാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 7 ആണ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് നമുക്ക് എന്താ വരിക? വാട്ട് ഈസ് എഫ് ഡാഷ് എക്സ്? എഫ് ഡാഷ് എക്സ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. എഫ് ഡാഷ് എക്സ് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ മൈനസ് 3x സ്ക്വയറിൻ്റെ മൈനസ് 3 ഇൻറ്റു 2x മൈനസ് 6x minus 6x
പ്ലസ് 5x-ൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് 5 ആണ്. പ്ലസ് 5 ആണ്. ഇതാണ് ഡെറിവേറ്റീവ്. ഇതൊരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ആണ്. മനസ്സിലുണ്ടോ? ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ അല്ലേ? 3x² മൈനസ് 6x പ്ലസ് 5. ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ എവിടെല്ലാമാണ് പോസിറ്റീവ് നെഗറ്റീവ് നോക്കണം, ഈക്വൽ ടു 0 ആണ്. അതിന് മുമ്പ് നിങ്ങളൊന്ന് നോക്കിക്കേ. ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്നത് ആരാണ്? b² മൈനസ് 4ac അല്ലേ? ഞാൻ അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നു. b² മൈനസ് 4ac. ആ b² മൈനസ് 4ac എന്ന് വെച്ചാൽ -6-ൻ്റെ സ്ക്വയർ 36 അല്ലേ? 36 മൈനസ് 4ac, 4 × 3 12 × 5 60 അല്ലേ? ഇത് നമുക്ക് നെഗറ്റീവ് അല്ലേ വരുന്നത്? ഒരു ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് വരിക എന്ന് വെച്ചാൽ ആ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷന് എന്തില്ല? ഈക്വൽ ടു 0 എന്ന റൂട്ട്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ഗ്രാഫ് ഏകദേശം നമ്മൾ വരയ്ക്കുമ്പോൾ, ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെ വരുന്നു? ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത്, അതിന് റൂട്ട്സ് ഇല്ല എന്ന് വെച്ചാൽ അത് ആരെ ടച്ച് ചെയ്യുന്നില്ല? എക്സാക്സിനെ ടച്ച് ചെയ്യുന്നില്ല, കട്ട് ചെയ്യുന്നില്ല എന്ന്. റൂട്ട്സ് എന്ന് പറയുന്നത് ഈ സാധനം f(x) = 0 എന്ന് കൊടുക്കുന്നതല്ലേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ക്വാണ്ടിറ്റി ഈക്വൽ ടു 0 എന്ന് കൊടുത്ത ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന് റൂട്ട്സ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡായ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ്റെ ഗ്രാഫും റൈറ്റ് സൈഡായ y = 0 എന്ന് പറഞ്ഞ x ആക്സിസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൻ്റെ ആബ്സിസയാണ് റൂട്ട്സ്. അപ്പോൾ ഇവിടെ ഇതിന് ഡിസ്ക്രിമിനൻ്റ് 0-ന് താഴേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇത് ടച്ച് ചെയ്യുന്നില്ല. x² കോഎഫിഷ്യൻ്റ് പോസിറ്റീവാണ്. അപ്പോൾ ഈ ഗ്രാഫ് നമുക്ക് അറിയേണ്ടത്, ഈ ഗ്രാഫ് മൂവ് ചെയ്യുന്നത് ഏകദേശം ഇങ്ങനെയായിരിക്കുന്നു. ഏകദേശം ഇത് പോയിന്റ് എന്ന് വെച്ചാൽ 0,5 ആണ്. ഇതാണ് ആരുടെ ഗ്രാഫ്? y = എന്തിൻ്റെ ഗ്രാഫ്? 3x² മൈനസ് 6x പ്ലസ് 5-ൻ്റെ ഗ്രാഫ്. ആരിൽ ടച്ച് ചെയ്യുന്നില്ല? എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഈ ഗ്രാഫ് കംപ്ലീറ്റ്ലി അബവ് ദി എക്സ് ആക്സിസ് അല്ലേ? കംപ്ലീറ്റ്ലി അബവ് ദി എക്സ് ആക്സിസ് ആകുമ്പോൾ ഈ ക്വാണ്ടിറ്റി ഓൾവേസ് പോസിറ്റീവ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇത് നമുക്ക് എന്തെന്ന് നമുക്ക് വിളിക്കാം? 0-യുടെ മുകളിലാണ്. അപ്പോൾ നമുക്കിവിടെ പറയാവുന്നത് f' എന്ന് പറയുന്ന സാധനം f' ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 for all values of x belongs to real number. എക്സിന് നിങ്ങൾ ഏത് വാല്യൂ കൊടുത്താലും f' പോസിറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് f' പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് എങ്ങനെയാണ് നമുക്ക് ഈ ടേംസിൽ നമുക്ക് പറയുമ്പോൾ ഇൻട്രവലിൽ നമുക്കിതെങ്ങനെയാണ്? ഓൾവേസ് ഇൻക്രീസിങ് ആണ്. ഓൾവേസ് എന്താണ്? ഇൻക്രീസിങ് ആണ്. ഏത് ഗ്രാഫ്? ഇത് ഓൾവേസ് ഇൻക്രീസിങ് ആണ്. ഇതല്ല കേട്ടോ, ഇത് പരാബോള, ഇത് ഡെറിവേറ്റീവിൻ്റെ ആണ്. ഇത് ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫാണ്. ഓൾവേസ് ഇൻക്രീസിങ് ആണ്. ഇൻക്രീസിങ് ഇറ്റ്സ് ഓൺ ഡൊമൈൻ. ആറിൽ ഇൻക്രീസിങ് ആണ്. കണ്ടോ? നമ്മളിവിടെ ആകെ ചെയ്തത് അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു എന്ന് മാത്രം. ആ ഡെറിവേറ്റീവ് ഓൾവേസ് പോസിറ്റീവ് ആണെന്ന് കാണിച്ചു എന്ന് പറയും. ഇത് 2-3 രീതിയിൽ കാണിക്കാം നിങ്ങൾക്ക്. ഇത് -6x + 1 ഹോൾ സ്ക്വയർ പ്ലസ് സംതിങ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഇതിന് 3x² മൈനസ് 6x + 5 ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഹോൾ സ്ക്വയർ പ്ലസ് സംതിങ് എന്ന് എഴുതാം. അങ്ങനെ എഴുതിയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാൻ അതിന് പകരം ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ വെച്ച് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ക്ലിയർ? But next question. നോക്കൂ, ഇവിടെ നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ഡെറിവേറ്റീവ് ഡയറക്റ്റ് ഉള്ളാവും. ഞാൻ 2 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തത്. ഒന്ന് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരുന്ന എടുത്തു, ഒന്ന് ആൾജിബ്രിക് ഫംഗ്ഷൻ വരുന്ന എടുത്തു. ഇനി ഇതിനെ ബേസ് ചെയ്യുന്ന ഇതേപോലെ തന്നെയുള്ള മറ്റൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഫങ്ഷൻസ് നമുക്ക് തരിക ചെയ്യുക. ലെറ്റ് എഫ് ആൻഡ് ജി ബി 2 ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓൺ ആർ സച്ച് ദാറ്റ് f' greater than 0 and g' less than 0 for all x belongs to R. Then for all x 2014 ചോദിച്ച ചോദ്യമാണ്. നമ്മൾക്കറിയാവുന്ന തിയറി, ആ തിയറി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. തിയറി ഡയറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്.
എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു. നമ്മൾ പഠിച്ച തിയറി അനുസരിച്ച് ദെൻ എഫ് ഓഫ് എക്സ് ഈസ്, അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സ് ആരാണ്? എഫ് ഓഫ് എക്സ് ഈസ് an increasing function, strictly increasing function, strictly increasing function ആണ്. എവിടെ? ഓൺ ആർ, ഏതൊരു പോയിന്റിലും. ഓക്കെ, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടുത്തെ ടേംസിൽ ഇതൊരു ഇൻക്രീസിങ് ഫങ്ഷൻ ആണ്. ഇനി ഇഫ് അടുത്തത് നമ്മളോട് പറയുന്ന തിയറി പറഞ്ഞിരിക്കുക ജി ഡാഷ് എക്സ് ലെസ് ദാൻ 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ജി ഓഫ് എക്സ് ഈസ് എന്താണ്? ഡിക്രീസിങ്, ഈസ് എ decreasing function on R. ശരിയല്ലേ? ആറിലത് ഡിക്രീസിങ് ഫങ്ഷനാണ്. അപ്പോൾ ഡിക്രീസിങ് ഫങ്ഷൻ ആണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇവിടുത്തെ ഇതനുസരിച്ച് ഇവിടെ എക്സ്, ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കിയാൽ എക്സും x-1 ഉണ്ട്, എക്സും x+1 ഉണ്ട്. എക്സ് എന്ന് പറയുന്ന നമ്പർ എപ്പോഴും ലെസ് ദാൻ എന്തായിരിക്കും? x+1 ആണ്. ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ. ഡൗട്ടുണ്ടോ? എക്സിനേക്കാൾ വലുതാണ് x+1. ജി ഓഫ് എക്സ് ഒരു ഡിക്രീസിങ് ആണെങ്കിൽ, ജി ഓഫ് എക്സ് ഡിക്രീസിങ് ഫങ്ഷൻ ആണെങ്കിൽ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന സാധനം ഇവിടെ എന്ത് ചെയ്യും? ഡിക്രീസിങ് ഫങ്ഷനിലേക്ക് കൊടുക്കുമ്പോൾ ഇൻഡിക്കേഷൻ റിവേഴ്സ് ചെയ്യും. ഗ്രേറ്റർ ദാൻ, അതിനാണല്ലോ ഡിക്രീസിങ് ആണ്. ജി ഓഫ് x+1 ആണ്. ശരിയല്ലേ? കാരണം ഒരു ഡിക്രീസിങ് ഫങ്ഷൻ ആണെങ്കിൽ ജി ഓഫ് 1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ജി ഓഫ് 2 ആയിരിക്കും. കാരണം 1 ലെസ് ദാൻ 2 ആണ്. ഡിക്രീസിങ് ആകുമ്പോൾ തിരിയും. ഡിക്രീസിങ് ഫങ്ഷൻ സ്ലോപ്പ് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ഇത് എക്സ് ലെസ് ദാൻ x+1 ആണ്. ജി ഒരു ഡിക്രീസിങ് ആയതുകൊണ്ട് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ജി ഓഫ് x+1 ആണ്. എഫ് ആണ് കൊടുക്കുന്നതെങ്കിൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് x+1 ആയിരിക്കും. കാരണം എഫ് ഓഫ് എക്സ് ഇവിടെ ഇൻക്രീസിങ് ആണ്. എഫ് ഇൻക്രീസിങ് ആയതുകൊണ്ട് ഞാനിവിടെ എടുക്കുമ്പോൾ എഫ് ഓഫ് എന്തെന്ന് എഴുതാം? എഫ് ഓഫ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ജി ഓഫ് x+1 അല്ലേ? അപ്പോൾ ഇതിലേത് ഓപ്ഷൻ ശരിയാണ്? സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റാണ്. കണ്ടോ? ഡയറക്റ്റ് തിയറി ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് ഓപ്ഷൻ എന്തേ കറക്റ്റ് ആവാത്തത്? നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം, തേർഡ് ഓപ്ഷൻ നോക്കാം, ഫോർത്ത് ഓപ്ഷൻ ഒക്കെ നോക്കാം. നമുക്ക് ഇത് ഫോർത്ത് ഓപ്ഷൻ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഏത് കേസ് വേണമെങ്കിൽ നോക്കിക്കേ. ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ജി ഓഫ് എക്സ്, എക്സ് ഇവിടെ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ x-1 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ x-1 ആണ്. നമുക്ക് അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ x-1 ആണ്. ജി ഓഫ് എക്സ് എങ്ങനെയായിരിക്കും? ഡിക്രീസിങ് ആയതുകൊണ്ട് ജി ഓഫ് എക്സ് ലെസ് ദാൻ ജി ഓഫ് x-1 ആണ്. എഫ് നമ്മൾ എടുക്കുമ്പോൾ എഫ് ഓഫ് ജി ഓഫ് എക്സ്, എഫ് ഇൻക്രീസിങ് ഫങ്ഷൻ, അപ്പം ലെസ് ദാൻ എഫ് ഓഫ് ജി ഓഫ് x-1 ആണ്. അങ്ങനെയാണോ ഇവിടെ കൊടുത്തിരിക്കുന്നത്? അല്ല. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. നമുക്ക് ഏത് വേണമെങ്കിലും നോക്കാം. ഇവിടെ x-1 ഈ കേസ് തന്നെ നമ്മൾ എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x-1 ആണ്. ജി എടുത്താൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്, ജി ഡിക്രീസിങ് ആയതുകൊണ്ട് ലെസ് ദാൻ ജി ഓഫ് എഫ് ഓഫ് x-1 ആണ്. തേർഡ് ഓപ്ഷനോ ജി ഓഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ജി ഓഫ് എഫ് ഓഫ് x-1 എന്നാണ്. ഇത് മിസ്റ്റേക്കാണ്, ഇത് മിസ്റ്റേക്കാണ്, ഇത് മിസ്റ്റേക്കാണ് അല്ലേ? കണ്ടോ? അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? 2 ആണ്. ഞാൻ ബാക്കിയുള്ള ഓപ്ഷൻ കൂടി കാണിച്ചെന്നേ ഉള്ളൂ, ഇൻ കേസ് നിങ്ങൾക്കത് ചെക്ക് ചെയ്യണമെങ്കിൽ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് മറ്റൊരു രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ. ഞാൻ ഇൻക്രീസിങ് ഡിക്രീസിൻ്റെ എല്ലാ ടൈമിലും ട്രിഗണോമെട്രി
എക്സ്പ്രഷൻസ് വെച്ചിട്ടുള്ള ആൾജിബ്രിക് എക്സ്പ്രഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ പ്യുവർലി ഡയറക്റ്റ് തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഞാൻ മറ്റൊരു ആപ്ലിക്കേഷനായിട്ടുള്ള വരുന്നൊരു ക്വസ്റ്റ്യൻ, ഹൗ മെനി റിയൽ സൊല്യൂഷൻസ് ഡസ് ദ ഇക്വേഷൻ, ഇങ്ങനൊരു ഇക്വേഷൻ. ഞാൻ ആ ഇക്വേഷനിലെ ഫങ്ഷൻ നമ്മൾക്ക് ഇങ്ങനെ കൊടുത്തു, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ആ എക്സ്പ്രഷനെ ഞാൻ ഇങ്ങനെ എഴുതി, x⁻⁷, ശ്രദ്ധിച്ചോ 7 ഓഡ് നമ്പറാണ്, പ്ലസ് 14 x⁵ ഓഡ് പവറാണ്, പ്ലസ് 16 x³ ഓഡ് പവറാണ്, പ്ലസ് 30 x മൈനസ് 560. വ്യത്യസ്തങ്ങളായ പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഇതിന് എത്ര റിയൽ റൂട്ട്സ് ഉണ്ടെന്നാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്കറിയാം, ഒരു എക്സ്പ്രഷൻ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നു, y=0 എന്ന് പറയുന്ന എക്സ് ആക്സിസുമായി ആ ഗ്രാഫ് എത്ര സ്ഥലങ്ങളിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും റൂട്ട്സ് ആണുള്ളത്. അപ്പം ഞാനിത് നോക്കുന്ന ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് വെറുതെ എടുത്ത് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ f'(x) എടുക്കുമ്പോൾ, f'(x) എടുത്തപ്പോൾ നമുക്ക് വരുന്നത് ഈ കർവ് ദാറ്റ് ഈസ് ഈക്വൽ ടു 7x⁶ പ്ലസ് 70x⁴ പ്ലസ് 48 16 × 3x², 48x², 16 × 3 48 പ്ലസ് 30 ആണ്. നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ടതാണ്, ഇതിൻ്റെ പവർ ഈവൻ പവറാണ്, എക്സിൻ്റെ ഇത് ഈവൻ പവറാണ്, x² ഈവൻ പവറാണ്. ഈ f'(x)ന് നിങ്ങൾ ഏത് വാല്യൂ കൊടുത്താലും ഇവയുടെ പവറുകൾ ഈവൻ ആയതുകൊണ്ട് നെഗറ്റീവ് വാല്യൂസോ എക്സിന് 0യോ പോസിറ്റീവ് വാല്യൂ കൊടുക്കുമ്പോഴും ഈ ക്വാണ്ടിറ്റി എപ്പോഴും എന്താണ്, പോസിറ്റീവാണ്. എന്ന് പറഞ്ഞാൽ f'(x) എപ്പോഴും > 0 ആയിരിക്കും, അല്ലേ? > 0 ആണ്. അപ്പോൾ f'(x) ഇൻക്രീസിങ് ആണ്, അല്ലെങ്കിൽ f(x). therefore f(x) is increase. f(x) is an increasing function. Is a strictly increasing function. Strictly increasing function. Is a strictly increasing function. A strictly increasing ആയ ഫംഗ്ഷൻ ആണ്. അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഇതിൻ്റെ റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കറിയാം, റേഞ്ച് ഈസ് ഈക്വൽ ടു എന്താണ്, -∞ to +∞ ആണ്. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഈ കർവ് എക്സ് ആക്സിസിനെ ഒരേ ഒരു പോയിന്റിലേ എന്ത് ചെയ്യുള്ളൂ, മീറ്റ് ചെയ്യുള്ളൂ. എങ്ങനെ റേഞ്ച് കിട്ടുന്നതെന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -∞. ദിസ് ഫംഗ്ഷൻ എന്താണ്, -∞ ആണ്. പോസിറ്റീവ് വരുന്നത് എന്താണ്, +∞ ആണ്. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന വഴിക്ക് എക്സ് ആക്സിസിനെ ഈ കർവ് ഒരേ ഒരു പോയിന്റിലേ എന്ത് ചെയ്യുള്ളൂ, മീറ്റ് ചെയ്യുള്ളൂ. ഒരേ ഒരു പോയിന്റിലേ മീറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഈ ഫംഗ്ഷന്, ഈ ഇക്വേഷന് നമുക്ക് എത്ര റൂട്ട്സേ ഉണ്ടാവുള്ളൂ, ഒരേ ഒരു റൂട്ട്സേ ഉണ്ടാവുള്ളൂ. ഉണ്ടോ? അല്ല, മുകളിൽ റൂട്ട്സുകൾ വേണമെങ്കിൽ മുകളിലേക്ക് പോയി അത് താഴേക്ക് വരണം, f'(x) 0 എന്നിങ്ങനെ ടേൺ ചെയ്ത് വരണം, എന്നാലല്ലേ വീണ്ടും അത് എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുള്ളൂ. ഇതല്ലെങ്കിൽ ആ എക്സ് ആക്സിനെ ഒരൊറ്റ പോയിന്റിൽ മാത്രമല്ലേ കട്ട് ചെയ്ത് കടന്നു പോകുള്ളൂ. പിന്നെയുള്ള വെലജേഷനൊക്കെ മാറി വരാം. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷനാണ് ഈ സാധനം പോകുന്നത്, കാരണം ഓൾവേസ് അത് പോസിറ്റീവ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൻക്രീസിങ് ഡിക്രീസിങ് വെച്ചുകൊണ്ട് ചോദിക്കാവുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ്. ഒരു ചെറിയ തിയറിയെ ബേസ് ചെയ്ത് ഡിഫറെൻറ്റ് ഫോമിലുള്ള ക്വസ്റ്റ്യൻസുകൾ, ഏതെല്ലാം ഫോമിലുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിക്കാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വരാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന JEE മെയിൻ എക്സാമിനേഷന് 100% കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം മസ്റ്റായി നമ്മുടെ ശരിയാവണം. ആ ശരിയാവാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് വരാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്യുന്ന തിയറി
ഏറ്റവും ചെറിയ രീതിയിൽ പറഞ്ഞാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് the equation x log x equal to 2 minus x is satisfied by at least one value of x lying between 1 and 2. The statement 2, the function f of x equal to x into log x is an increasing function in the interval 1, 2. And g of x equal to 2 minus x is a decreasing function in the interval 1, 2. And the graph represented by this function is intersect at the point in the interval 1, 2. 2013 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പല രീതിയിൽ എഴുതാം. നമ്മളിതിൻ്റെ നമ്പർ ഓഫ് റൂട്ട്സുകളോ റൂട്ട്സിൻ്റെ ഇൻ്റർവലൊക്കെ ചോദിച്ചാൽ ഗ്രാഫിക്കൽ മെത്തേഡാണ്, ഗ്രാഫാണ് ഇവിടെ ഏറ്റവും നന്നായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഗ്രാഫ് നമുക്കെടുത്താൽ ഇവിടുത്തെ ഇതിൻ്റെ ഗ്രാഫുകൾ എടുക്കുമ്പോൾ 0 എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇവിടെ 1 എടുത്തു എന്ന് വിചാരിക്കും, ഇത് 1 ആണ്. ഇവിടെയാണ് നിങ്ങൾ 2 എടുക്കുന്നത്. ഇവിടെ എടുത്തു, ഇവിടെ നിങ്ങൾ 2 എടുത്തു എന്ന് വിചാരിക്കും. നിങ്ങൾക്കറിയാം എക്സ് ലോഗ് എക്സ്, എക്സ് ലോഗ് എക്സിന് 1 എന്ന് കൊടുക്കുമ്പോൾ ലോഗ് 1 0 ലോഗ് 1 0 ടു ദ ബേസ്. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 0. ഇനി എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? എഫ് ഓഫ് 2 എന്ന് പറയുന്ന സാധനം ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ലോഗ് 2 ആണ്. 2 ഇൻറ്റു ലോഗ് 2 ആണ്. ലോഗ് 2 ടു ദ ബേസ് ഇ സംതിങ് ആണ്. അപ്പോൾ നമുക്കത് പോസിറ്റീവ് വാല്യൂ വരുന്നു. അപ്പോൾ ഇവിടുത്തെ കർവ് മൂവ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ 1 എടുത്താൽ 1-ൽ താഴേക്ക് വരുന്നു. ഏകദേശം ഈ കർവ് നമുക്ക് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ നിന്ന് 2 എടുക്കുമ്പോൾ ഇൻക്രീസിങ് ആണ്, ഇത് ഇൻക്രീസിങ് ആണ്, പോസിറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് ലോഗ് എക്സ് ഇസ് എൻ ഇൻക്രീസിങ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഒന്നും കാണാതെ ഇത് ശരിയാണ്, ഇൻക്രീസിങ് ഫംഗ്ഷൻ ഇൻ ദ ഇൻ്റർവൽ 1 to 2 എന്നുള്ളത് ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. ഇനി ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ടേംസ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ടേം നോക്കൂ. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2 മൈനസ് എക്സ് ആണ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2 മൈനസ് എക്സ് ആണ്. നിങ്ങൾക്കറിയാം മൈനസ് എക്സ് നെഗറ്റീവാണ്, എൻ്റെ ഡെറിവേറ്റീവ് സ്ലോപ്പ് നെഗറ്റീവാണ്, -1 ആണ്. -1 സ്ലോപ്പ് ആകുമ്പോൾ 1 കൊടുക്കുമ്പോൾ ജി ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 1-ഉം ജി ഓഫ് 2 എന്ന് പറഞ്ഞാൽ 0-യും ആണ്. അപ്പോൾ ഇത് 1 ആണെങ്കിൽ ഇവിടെ ഇത് നമുക്ക് എടുത്തു, ഇവിടെ നിന്ന് ഇത് സ്ട്രെയിറ്റ് ലൈനാണ്, നമുക്ക് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അത് ഡിക്രീസിങ് ആണ്, സ്ലോപ്പ് ഡിക്രീസിങ് ആണ്. ഡിക്രീസിങ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റാണ്. ജി ഓഫ് എക്സ് ഇസ് എ ഡിക്രീസിങ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് ഇൻ ദ ഇൻ്റർവൽ 1, 2. ദ ഗ്രാഫ് റെപ്രസെൻറ്റ് ദിസ് ഫംഗ്ഷൻ ഈസ് ഇൻട്രസ്റ്റഡ് അറ്റ് ദ പോയിന്റ് ഇൻ ബിറ്റ്വീൻ 1 to 2. ഇതിനുള്ളിലാണ് ഇത് മീറ്റ് ചെയ്യുന്നത്, അതും കറക്റ്റാണ്. അതിനുള്ളിൽ മീറ്റ് ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റാണ്. isn't it? അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഫസ്റ്റിൽ പറയുന്നത് ദ ഇക്വേഷൻ എക്സ് ലോഗ് എക്സ് ഈക്വൽ ടു 2 മൈനസ് എക്സ് ഈസ് സാറ്റിസ്ഫൈഡ് ബൈ അറ്റ്ലീസ്റ്റ് 1 വാല്യൂ ഓഫ് എക്സ് ലൈങ് ബിറ്റ്വീൻ 1 to 2. കണ്ടോ, ഇത് 1-നും 2-നും ഇടയിലാണ് ഇതിന് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് 1-നും 2-നും ഇടയിലാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1-ഉം ട്രൂ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ, S1 ട്രൂ ആണ്, S1 ഈസ് ട്രൂ ആണ്. S2 എന്താണ്? ട്രൂ ആണ്. ഈസ് ഓൾസോ അല്ലേ, ട്രൂ ആണ്. ആ S1 S2 എന്ന് പറയുന്നത് S1ൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? S1 and S2 are true. Statement S2 is the correct explanation of S1. ഫസ്റ്റ് ഓപ്ഷൻ ആണ്.
ഉണ്ടോ? വിത്ത് ഗ്രാഫിക് അത് നമുക്ക് പ്രൂവ് ചെയ്യാം. അവിടെ ഡെറിവേറ്റീവ് ഒന്നും എടുക്കണ്ട. 1 മുതൽ 2 വരെ ആവുമ്പോൾ എഫ് ഓഫ് 1 കാണുക, എഫ് ഓഫ് 2 കാണുക. എഫ് ഓഫ് 1 എഫ് ഓഫ് 2വിനേക്കാൾ ചെറുതാണ്. അപ്പോൾ കർവ് ഇൻക്രീസ് ചെയ്യുന്നു, മറ്റത് ഡിക്രീസ് ചെയ്യുന്നു. അവ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൻ്റെ ആപ്സിസ് 1നും 2വിനും ഇടയിൽ കിടക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ റൂട്ട്സ് ആർക്കും ഇടയിലാണ്, 1നും 2വിനും ഇടയിലാണ്. നിങ്ങൾക്ക് ഇങ്ങനെ നമ്പർ ഓഫ് റൂട്ട്സ് ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെപ്പറേറ്റ് ഗ്രാഫുകൾ നോക്കി ഗ്രാഫുകൾ മീറ്റ് ചെയ്യുന്ന എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ? ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത തിയറി നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഇൻക്രീസിങ് ഡിക്രീസിങ് ഫങ്ഷൻ കഴിഞ്ഞാൽ ടാൻജൻസ് ആൻഡ് നോർമലാണ്. നമ്മൾ ടാൻജൻ്റ് ആൻഡ് നോർമൽ ഈ തവണ സിലബസിൽ JEE Mainന്റെ സിലബസിൽ വന്നിട്ടില്ല എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ടാൻജൻറ്റും നോർമലും എന്ന വാക്കുകൾ ഉപയോഗിക്കാതെ ആ ക്വസ്റ്റ്യൻസ് അതിൽ കയറി വരാനുള്ള സാധ്യതയുണ്ട്. ടാൻജൻറ്റും നോർമൽ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും ടാൻജൻ്റ് എന്നോ നോർമൽ എന്നോ പേരുകൾ പറയാതെ തന്നെ അതിൻ്റെ ടാൻജൻ്റ് നോർമൽ ബേസ് ചെയ്യുന്നതാണ്. ഒന്ന് നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത് തന്നെ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻ്റ് ആണ്. അതവിടെ നമുക്ക് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ടാൻജൻസ് ആൻഡ് നോർമൽ എന്താണെന്ന് നമുക്ക് പറയട്ടെ. ടാൻജൻസ് ആൻഡ് നോർമൽ ടാൻജൻറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ജസ്റ്റ് ടച്ച് ദ കർവ്. അതായത് ടാൻജൻറ്റ് എന്ന് പറയുന്നത് ആരാ? കർവിനെ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന. ദിസ് ഈസ് എക്സ് ആക്സിസ്. വൈ ആക്സിസ്. ഇവിടെ കർവ് ഇങ്ങനെയാണെന്ന് വിചാരിക്കൂ. ഇതാണ് നിങ്ങളുടെ കർവ് എന്ന് വിചാരിക്കൂ. ഇതാണ് കർവ്. ഈ കർവിൽ ഇവിടെ ഈ ടച്ച് ചെയ്ത് വരയ്ക്കപ്പെടുന്ന ഇതാണ് ടാൻജൻറ്റ്. ആ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലറായി അതിൻ്റെ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ പെർപെൻഡിക്കുലറായി വരയ്ക്കുന്ന ഇതാണ് എന്തെന്ന് പറയണേ? നോർമൽ. ക്ലിയർ? ഇവിടെ നമ്മൾ എടുക്കുന്നത് ഇത് ടാൻജൻ്റ് ആണ്. ഇത് നോർമലാണ്. ഈ പോയിന്റ് P x1 y1 ആണ്. ആ P x1 y1ൽ x1 y1ൽ നമുക്ക് വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് at Px1 y1. Slope of tangent at Px1 y1. Slope of tangent at Px1 y1 നമുക്ക് എന്താ വരിക? On the curve y is equal to f of x. Geometrical meaning നമ്മൾ പറഞ്ഞാണല്ലോ f dash. Slope of the tangent at x1 y1 on the curve y is equal to f of x is dy by dx. dy by dx at x1 y1 or f dash x1 ആണ്. ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ മീനിങ്, ജോമെട്രിക്കൽ മീനിങ് സ്ലോപ്പാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് സിലബസിൽ ടാൻജൻസും നോർമലിൻ്റെ ഇക്വേഷനിൽ നമുക്ക് തന്നെ കണ്ടുപിടിച്ചെടുക്കാവുന്നതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസും വരാം.
അപ്പോൾ dy/dx at x1 y1. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ നമുക്കിതൊന്നും ടാൻജൻ്റ് എന്നൊന്നും പേര് വരാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ പേരിൽ ടാൻജൻ്റ് എന്നോ നോർമൽ എന്നോ വരണമെന്നില്ല. പക്ഷേ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആ കൺസെപ്റ്റ് യൂസ് ചെയ്ത് ചെയ്യാനേ പറ്റൂ. dy/dx at x1 y1 ഓർ f'(x1) ആണ്. എന്താണ് സ്ലോപ്പ് ഓഫ് നോർമൽ? സ്ലോപ്പ് ഓഫ് നോർമൽ ആരാണ്? സ്ലോപ്പ് ഓഫ് നോർമൽ അറ്റ് px1 y1. നമുക്കറിയാം ഈ സ്ലോപ്പ് ടാൻജൻറ്റും നോർമലും തമ്മിൽ എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ആണ്. The product of slope of normal at that point into slope of tangent is equal to -1 ആണ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് നോർമൽ എന്ന് വെച്ചാൽ സ്ലോപ്പ് -1 ഡിവൈഡഡ് ബൈ സ്ലോപ്പ് ഓഫ് ടാൻജൻ്റ് ആണ്. അറ്റ് ദാറ്റ് പോയിന്റ് ആണ്. Then that is equal to what? -1 divided by f'(x1) ആണ്. ഉണ്ടോ? തിയറിക്ക് എന്താ ബുദ്ധിമുട്ട്? അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് ടാൻജൻ്റ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചിട്ടുണ്ട്, ഒരു പോയിന്റും സ്ലോപ്പും തരുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ കാണാൻ y-y1 is equal to m into x minus x1 ആണ്. ഇവിടെ m എന്ന് പറഞ്ഞാൽ f'(x1) അല്ലേ? അപ്പോൾ ഇക്വേഷൻ ഓഫ് ടാൻജൻ്റ് ആണ് നമ്മൾ പറയണത്. Equation of tangent at that point, y minus y1 equal to f'(x1) slope of the tangent. നമ്മുടെ ഫോർമുല y minus y1 is equal to m into x minus x1 ആണ്. അപ്പോൾ y minus y1 is equal to f'(x1) into x minus x1 ആണ്. കേട്ടോ? ഇതാണ് ആ ഫോർമുല. നമുക്ക് ആ ഫോർമുല ഡയറക്റ്റ് എഴുതാവുന്നതേ ഉള്ളൂ. ഇതേ സാധനത്ത് തന്നെ ഇക്വേഷൻ ഓഫ് നോർമൽ ആരായിരിക്കും? ഇക്വേഷൻ ഓഫ് നോർമൽ at that point എന്ന് പറഞ്ഞാൽ y minus y1 is equal to -1 divided by f'(x1), this is the slope of normal, into x minus x1. We can take f'(x1) in that side. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഓർ ഇതിനെ കുറച്ചുകൂടി ഇങ്ങനെ എഴുതാം. ഓർ x minus x1 പ്ലസ് f'(x1) into y minus y1 equal to 0. ഈ f'(x1) ഇങ്ങോട്ട് വന്നു, മൈനസ് ഓഫ് x minus x1. അപ്പോൾ x minus x1 പ്ലസ് f'(x1) into y minus y1 is equal to 0. ഇതാണ് ആരുടെ ഇക്വേഷൻ? നോർമലിൻ്റെ ഇക്വേഷൻ. y minus y1 is equal to f'(x1) into x minus x1, equation of tangent. y minus y1 is equal to -1 by f'(x1) into x minus x1, equation of normal. ചോദിച്ചാൽ ഇനി രണ്ട് കർവുകൾ തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നു. ആംഗിൾ ബിറ്റ്വീൻ ടു കർവ്സ്. Angle between two curves. Angle between two curves. രണ്ട് കർവ്സുകൾ തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്താൽ, രണ്ട് കർവുകൾ തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്താ വരിക? നമുക്ക് രണ്ട് കർവുകൾ എടുത്താൽ എങ്ങനെയാണ് നമുക്ക് രണ്ട് കർവുകളുടെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻസിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ? ഇതിപ്പോൾ ഒരു കർവ് ഇങ്ങനെ പോകുന്നു, ഒരു കർവ് ഇങ്ങനെയുമാണ്. നിങ്ങൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നത് അതിൻ്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ, ഇതല്ലേ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വരയ്ക്കപ്പെടുന്ന ടാൻജൻറ്റുകളുടെ ആംഗിളാണ്.
പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ ആംഗിളാണ്. ഈ ആംഗിളാണ്. അതിൻ്റെ അക്യൂട്ട് ആംഗിൾ ആകുമ്പോൾ മോഡുലസ് എടുത്താൽ മതി. ഇതാണ് ആംഗിൾ. ടാൻജൻറ്റുകളുടെ സോപ്പുകൾ M1 M2 ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് M1 മൈനസ് M2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് M1 M2. ടാൻ തീറ്റ. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വാട്ട്? അക്യൂട്ട് ആംഗിൾ എടുത്താൽ മോഡുലസ് എടുത്താൽ അക്യൂട്ടും അല്ലെങ്കിൽ ഒബ്റ്റ്യൂസുമാണ്. M1 മൈനസ് M2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് M1 M2. പോസിറ്റീവ് എടുത്താൽ അത് അക്യൂട്ട് ആവുകയും മോഡുലസ് എടുത്താൽ മതി അപ്പോൾ, അല്ലെങ്കിൽ അത് ഒബ്റ്റ്യൂസ് ആക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു M1 മൈനസ് M2 ഡിവൈഡ് ബൈ 1 പ്ലസ് M1 M2. Angle between two curves is equal to angle between the tangents at point of intersection. ആ കർവുകൾ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റിൽ വരയ്ക്കപ്പെടുന്ന ടാൻജൻറ്റുകളുടെ ആംഗിളാണ് ആംഗിൾ ഓഫ് ദ കർവ് എന്ന് പറഞ്ഞാൽ, ആംഗിൾ ഓഫ് ബിറ്റ്വീൻ ടു കർവ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ വളരെ പോയിന്റ് വളരെ സിമ്പിളായി നമുക്കതിനെ ഓർത്തിരിക്കാം. നിങ്ങൾക്ക് ഒറ്റ പോയിന്റ് ഓർത്താൽ മതി, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് F'(x1). അപ്പോൾ നോർമലോ -1 by F'(x1). അപ്പോൾ ഇക്വേഷനോ y മൈനസ് y1 is equal to F'(x1) into x minus x1. അപ്പോൾ ഇക്വേഷൻ ഓഫ് നോർമലോ y മൈനസ് y1 is equal to -1 by F'(x1) into x minus x1. ആംഗിൾ ബിറ്റ്വീൻ ടു കർവ്സ് എന്താ? ആംഗിൾ ബിറ്റ്വീൻ ടു കർവ്സ് is equal to ആംഗിൾ ബിറ്റ്വീൻ ദർ ടാൻജൻസ് അറ്റ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. രണ്ട് സ്ട്രെയിറ്റ് ലൈൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു M1 മൈനസ് M2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് M1 M2 ആണ്. ക്ലിയർ? അപ്പോൾ ഇതിനെ നമ്മൾ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ടാൻജൻസ് നോർമൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അതിൻ്റെ അകത്ത് ചിലപ്പോൾ ടാൻജൻ്റ് എന്നോ നോർമൽ എന്നോ പേരുകൾ ഉണ്ടാവില്ല എന്ന് മാത്രം. നോക്കൂ, നമുക്ക് ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ, if the lines x plus y is equal to a and x minus y is equal to b touch the curve y is equal to x square minus 3x plus 2 at the points where the curve intersects the x-axis, then a by b is equal to. നമുക്ക് അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അവിടെ ടാൻജൻ്റ് എന്നോ നോർമൽ എന്നോ ഒരു വാക്കുമില്ല. പക്ഷെ നമുക്കിത് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, അപ്പോൾ the lines x plus y is equal to a and x minus y is equal to b touch the curve. ടച്ച് ദ കർവ് എന്ന് പറഞ്ഞാൽ എന്താ? ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ആ സ്ട്രെയിറ്റ് ലൈനാണ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എയും എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എയും എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു ബിയും. ദർ ആർ ടു സ്ട്രെയിറ്റ് ലൈൻസ്. ടച്ച് ദ കർവ് മീൻസ് ആക്ച്വലി ഇറ്റ് ഈസ് ടാൻജൻസ്. പേര് പറഞ്ഞിട്ടുണ്ടോ? പേര് പറഞ്ഞിട്ടില്ല. ടാൻജൻ്റ് എന്നുള്ള വാക്ക് അവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഈ ചോദ്യം നമുക്ക് 2020 ചോദിച്ചതാണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ നിങ്ങളെ സെലക്ട് ചെയ്ത് കാണിക്കാനുള്ള കാരണം, ഇവിടെ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിൽ ടാൻജൻറ്റും നോർമലും എന്ന വാക്കുകൾ ഉപയോഗിക്കാതെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ പല കാര്യങ്ങൾ അങ്ങനെ ബേസ് ചെയ്തിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഈ രണ്ട് കർവ് എവിടെയാണ് ടച്ച് ചെയ്യുന്നത് കർവിൻ്റെ? അറ്റ് ദ പോയിന്റ്സ് വേർ ദ കർവ് ഇന്റർസെക്ട് ദ എക്സ് ആക്സിസ്. ഇതിൻ്റെ കർവ് എവിടെയാണ് ഇന്റർസെക്റ്റ് ചെയ്യുന്നത്? എക്സ് ആക്സിൽ ഇന്റർസെക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അറ്റ് എക്സ് ആക്സിസിലെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തായിരിക്കും? വൈ 0 ആയിരിക്കും അല്ലേ? എക്സ് ആക്സിൻ്റെ കോഓർഡിനേറ്റ്സിൽ ഓർഡിനേറ്റുകളെല്ലാം 0 അല്ലേ? വൈ അവിടെ 0 അല്ലേ? ആ വൈ 0 ആവുമ്പോഴോ, വൈ 0 ആവുക എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഈക്വൽ ടു 0 എന്നല്ലേ എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് വരുന്നത് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 അല്ലേ? അങ്ങനെ വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു ആരൊക്കെയാ? 1ഉം 2 അല്ലേ? അപ്പോൾ ആ പോയിന്റുകൾ ഏതാന്ന് ചോദിച്ചാൽ ആ പോയിന്റുകൾ ഏതാ? എക്സ് 1ഉം 2 ആണെന്ന് വെച്ചാൽ അത് എക്സ് ആക്സിസിലുള്ളതാണ്. എക്സ് ആക്സിലെ പോയിന്റ്സ് ഏതൊക്കെയാണ്? എക്സ് 1 എക്സ് പോയിന്റ്സ് ആർ.
അവിടെ നമുക്ക് വരുന്നത് 1,0 ആൻഡ് 2,0 ആണ്. ഈ 1,0 അത് ടച്ച് ചെയ്തു എന്ന് പറയുന്നു. 1,0 ടച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് 1,0 ടച്ച് ചെയ്യുന്നതെങ്കിൽ 1,0 ടച്ച് ചെയ്തു എന്ന് പറയുമ്പോൾ 1,0 നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 1,0 നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നോക്കൂ, നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് dy/dx എത്രയാ? dy/dx എന്ന് പറയുന്ന സാധനം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഡെറിവേറ്റീവ് 2x - 3 ആണ്. dy/dx m ഈസ് ഈക്വൽ ടു അതിൻ്റെ സ്ലോപ്പ് m ഈസ് ഈക്വൽ ടു dy/dxയിലേക്ക് ഏത് പോയിന്റ് കൊടുത്തു? 1,0 കൊടുത്തു. അതല്ലേ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ. 1 കൊടുക്കുമ്പോൾ നമുക്ക് -1 ആണ് സ്ലോപ്പ്. അപ്പോൾ ആ ടാൻജൻ്റ് ആണത്. ആ ടാൻജൻ്റ് ഇക്വേഷൻ എന്താ വരിക? y - y1 y-0 ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു -1 ഇൻറ്റു ആരാ? x - 1 ആണ്. x - 1 ആണ്. അപ്പോൾ നമുക്ക് വരുന്നത് -x + 1 ആണ്. x + y ഈക്വൽ ടു ഏതാണ്? 1 ആണ്. ഇതിൻ്റെ സ്ഥാനത്താണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന x + y ഈക്വൽ ടു a എന്ന് തന്നിരിക്കുന്നത്. കണ്ടോ? ഈ x + y = 1 എന്ന് പറഞ്ഞാൽ ടാൻജൻ്റ് അറ്റ് 1,0 എന്നേ. ആ ടാൻജൻ്റ് അറ്റ് 1,0 ആണ് നിങ്ങൾക്ക് x + y = a എന്ന് പറഞ്ഞത്. ദെർഫോർ a = ആരാണ്? a = 1 ആണ്. നമ്മൾ അടുത്ത പോയിന്റ് എടുക്കുമ്പോൾ 2,0 ടച്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. 2,0 എടുക്കുമ്പോൾ നിങ്ങൾക്ക് dy/dx m ഈസ് ഈക്വൽ ടു അവിടെ എന്താ വരിക? dy/dxയിലേക്ക് ആരെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഏത് പോയിന്റാണ് കൊടുക്കേണ്ടത്? 2,0 അല്ലേ? dy/dxയിലേക്ക് 2,0 കൊടുത്താൽ നമുക്ക് എന്ത് വരുന്നു? ദറ്റ് ഈസ് ഈക്വൽ ടു കൊടുത്താൽ നമുക്ക് എന്താ വരിക? 2,0 നമുക്ക് കൊടുക്കുമ്പോൾ 2 × 2 4 4 - 3 1 ആണ്. അവിടെ സ്ലോപ്പ് 1 ആണ്. അപ്പോൾ ആ ടാൻജൻ്റ് ഇക്വേഷൻ y - 0 y ഈസ് ഈക്വൽ ടു y - 0 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു x - 2 അല്ലേ? x - 2 അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കിവിടെ വരുന്നത് x - 2 ആകുമ്പോൾ നമുക്ക് x - y ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണെന്ന് വന്നു? x - y ഈസ് ഈക്വൽ ടു ആരാണ്? 2 ആണ്. ഇതാണ് നിങ്ങളോട് പറയുന്ന ടാൻജൻ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x - y = b എന്ന് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. ദെർഫോർ b = ആരാ? b = 2 ആണ്. ഇവിടെ ടാൻജൻ്റ് എന്നുള്ള പേരുകളൊന്നുമില്ല. പക്ഷെ നമ്മൾ ആരുടെ ഫോർമുല ഉപയോഗിച്ചേ പറ്റൂ? ടാൻജൻ്റ് ഫോർമുല. കാരണം എന്താ? ഈ ലൈൻ ഈ കേർവിനെ ടച്ച് ചെയ്തു എന്ന് പറയുന്നു. എവിടെ ടച്ച് ചെയ്യുന്നു? ഈ കേർവ് ഈ എക്സാക്സിനെ എവിടെല്ലാമാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റുകളിലാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന 2 സ്ട്രെയിറ്റ് ലൈനും ടച്ച് ചെയ്യുന്നത്. ആ ടച്ച് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ പറയുന്ന പേരാണ് ടാൻജൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടി. നമുക്കിനി വേണ്ടത് ആരാണ്? a/b ആണ്. a/b = what? a/b = a എന്ന് പറയുന്നത് 1 ആണ്. 1/2 ആണ്. 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 ആണ്. ഞാൻ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് എന്താണ്? ഇൻറ്റീജർ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 ആണ്. നമുക്ക് എഴുതാൻ 0.5 ആണ്. 1/2 ആണ്. ഞാനിവിടെ നമുക്ക് എഴുതുന്ന സിംഗിൾ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ വന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ന്യൂമറിക്കൽ വാല്യൂസ് ഇൻറ്റീജർ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫ്രം ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ. അവിടെ നമ്മൾ കണ്ടോ ടാൻജൻറ്റും നോർമലും ഉപയോഗിക്കാതെ തന്നെ ഉപയോഗിക്കാണ്ട് തന്നെ നമുക്ക് എന്ത് വന്നിരിക്കുന്നു? ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. അത് പറഞ്ഞിരിക്കുന്ന 2 സ്ട്രെയിറ്റ് ലൈൻസുകൾ. ആ 2 സ്ട്രെയിറ്റ് ലൈൻസുകൾ ഒരു കേർവ് എക്സാക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ അത് ടച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ 2 ലൈൻസുകളും എന്താണ്? ടാൻജൻറ്റുകളാണ്. ഇനി ഇൻ കേസ് സൊല്യൂഷൻ നമ്മുടെ സിലബസിൻ്റെ അകത്ത് ടാൻജൻറ്റും നോർമലും ഉൾപ്പെടുത്താത്തത് കൊണ്ട് വേണമെങ്കിൽ ഇതുപോലെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ നോർമൽ വരുന്ന ക്വസ്റ്റ്യൻസ് അത് ഡയറക്റ്റുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ 2020 ചോദിച്ച ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻസ് പലപ്പോഴും നമുക്ക് ചോദിക്കാവുന്നതാണ്. നമുക്ക് അതിൽ വന്നിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്.
2009 ചോദിച്ച ചോദ്യമാണ്. അത് ഇൻവേഴ്സുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോർമൽ to y is equal to f of x at x is equal to pi by 6 also passing through the point എന്നാണ് ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും നോർമലിൻ്റെ ഇക്വേഷൻ കാണുക. നോർമലിൻ്റെ ഇക്വേഷൻ പാസ് ചെയ്യുന്ന മറ്റൊരു പോയിന്റ് കൂടി ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. നോർമൽ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സിന് പല മെത്തേഡിൽ നമുക്ക് എഴുതാം. ഒരു മെത്തേഡ് നമുക്ക് ഇങ്ങനെയാണ്, സൈൻ സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്നുള്ളത് 1 ആണ്, പ്ലസ് 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ താഴെയുള്ള ടേമിനെ നമ്മൾ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ 2 മൈനസ് 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. ഈ ഇൻവേഴ്സിൻ്റെ സിംപ്ലിഫിക്കേഷൻ അതിൽ ബാധകമാണ്. ഇതിൻ്റെ ഇൻട്രവൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇൻട്രവൽ 0ക്കും π/2 ഇടയിലാണ്. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഇത് സൈൻ എക്സ് ബൈ 2 പ്ലസ് കോസ് എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇവിടുത്തെ പ്രത്യേകത സൈൻ എക്സ് ബൈ 2 മൈനസ് കോസ് എക്സ് ബൈ 2 ആവുമ്പോൾ ഈ ടേംസ് എക്സിൻ്റെ വാല്യൂ എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ π/2 ആണ്. അപ്പോൾ എക്സ് ബൈ 2 എന്ന് പറയുന്ന സാധനം എക്സ് ബൈ 2 ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ π/4 ആണ്. ഈ 0ക്കും π/4 ഇടയിൽ കിടക്കുന്നത് കൊണ്ട് ഇവിടെ ആരാണ് കോസ് എക്സ്, ഇവിടെ കോസ് എക്സ് ബൈ 2 ഗ്രേറ്റർ ദാൻ ആരാണ് സൈൻ എക്സ് ബൈ 2 ആണ്. എന്തുകൊണ്ടാണത്? കാരണം 0 മുതൽ π/2 വരെയുള്ള ആംഗിളുകളിൽ ആരാ വലുത്? കോസാണ്. കോസ് 0 1 സൈൻ 0 എന്നിട്ട് കോസ് ഡിക്രീസ് ചെയ്ത് π/4 പോകുമ്പോൾ സൈൻ ഇൻക്രീസ് ചെയ്ത് പോകും. രണ്ടും ഈക്വൽ ആവുന്നത് π/4 വെച്ചിട്ടാണ്. കോസ് എക്സ് ബൈ 2 ഗ്രേറ്റർ ദാൻ സൈൻ എക്സ് ബൈ 2 ആയതുകൊണ്ട് നിങ്ങൾ ഇതിനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ടാൻ ഇൻവേഴ്സ് ഓഫ് സ്ക്വയർ റൂട്ട് എഴുതുമ്പോൾ സ്ക്വയർ റൂട്ട് ഒരിക്കലും നോൺ നെഗറ്റീവ് വാല്യൂസ് അല്ലേ, അതുകൊണ്ട് എഴുതുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2. ഇത് സൈൻ എക്സ് ബൈ 2 പ്ലസ് കോസ് എക്സ് ബൈ 2 ആയാലും കുഴപ്പമില്ല. ഡിവൈഡഡ് ബൈ ഇവിടെ എഴുതുമ്പോൾ കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2. ഇത് ഓൾ സ്ക്വയർ ഉണ്ട് കേട്ടോ. ഇവിടെ ഓൾ സ്ക്വയർ ഉണ്ട്. അത് പോയി കഴിയുമ്പോൾ കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 പോസിറ്റീവ് വരും. അതിന് വേണ്ടിയിട്ടാണ് കോസ് എക്സ് ബൈ 2 ഈസ് ഗ്രേറ്റർ ദാൻ സൈൻ എക്സ് ബൈ 2 എന്ന് ഞാൻ കാണിച്ചത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2 ഡിവൈഡ് ബൈ കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ദാറ്റ് ഈസ് 1 പ്ലസ് ടാൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു അത് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ π/4 പ്ലസ് എക്സ് ബൈ 2. ട്രിഗണോമെട്രി ഫോർമുല ഓർക്കുന്നുണ്ടല്ലോ. π/4 1 പ്ലസ് ടാൻ എക്സ് ബൈ 2 ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ബൈ 2 is equal to ടാൻ ഓഫ് π/4 പ്ലസ് എക്സ് ബൈ 2. ദിസ് ഈസ് ഈക്വൽ ടു π/4 പ്ലസ് എക്സ് ബൈ 2. π/4 പ്ലസ് എക്സ് ബൈ 2 ഇൻ ദാറ്റ് ഇൻട്രവൽ 0 to π. ഇനി ഇതാണ് എഫ് ഓഫ് എക്സ് എങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? നോർമലാണ്. നോർമലിന് നമുക്ക് വരുന്നത് നോക്കൂ, എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചു. എഫ് ഡാഷ് എക്സ് വാട്ട് ഈസ് എഫ് ഡാഷ് എക്സ്? എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 1/2 ആണ്. π/4 ഡെറിവേറ്റീവ് 0 x/2. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ഓഫ് നോർമൽ വരുന്നത് സ്ലോപ്പ് ഓഫ് നോർമൽ is equal to minus 1 by slope of tangent ആണ് 1/2. That is equal to -2 ആണ്. സ്ലോപ്പ് ഓഫ് നോർമൽ -2 ആണ്. അപ്പോൾ ഇക്വേഷൻ നോർമൽ ഈസ് എന്താണ് ഇക്വേഷൻ നോർമൽ? എങ്ങനെയാണ്? y മൈനസ് y1 ഏത് പോയിന്റിലുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏത് പോയിന്റിലുള്ള നോർമലാണ് വേണ്ടത്? x is equal to π/6 എക്സ് π/6
അന്നേരമുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ അറ്റ് നോർമൽ അറ്റ് എന്താ പറഞ്ഞത് എക്സ് പൈ ബൈ 6 നോർമൽ അറ്റ് പൈ ബൈ 6 കോമ പൈ ബൈ 4 പ്ലസ് പൈ ബൈ 6. വാട്ട് ഇസ് പൈ ബൈ 4 പ്ലസ് പൈ ബൈ 6? പൈ ബൈ 4 പ്ലസ് പൈ ബൈ 4 പ്ലസ് പൈ ബൈ 6 ബൈ 2 പൈ ബൈ 2, isn't it? So this is equal to y minus y1. y1 is 3 pi plus pi 4 pi. 4 pi by 12 is 4 pi by 12 pi by 3. y minus pi by 3. This is pi by 3. 3 pi plus pi 4 pi. 4 pi by 12 is pi by 3. 5 minus pi by 3 is equal to minus 2 into x minus pi by 6. So that is equal to y minus pi by 3 is equal to minus 2x plus pi by 3. Then 2x plus y equal to 2x plus y is equal to 2 pi by 3. And then verify which option is satisfied. This is not satisfied, this is not satisfied, 0, 0 is not satisfied, but x 0, y is 2 pi by 3. Which option is satisfied? ഇവിടെ ഏത് ഓപ്ഷനാണ് ഇതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കണ്ടോ 0 2 pi by 3 is also lies on the normal 2x plus y is equal to 2 pi by 3. 2x plus y is equal to 2 pi by 3 ആണ് നോർമൽ. ആ നോർമലിൽ കിടക്കുന്ന മറ്റൊരു പോയിന്റ് pi by 6 comma 0 തെറ്റ്, pi by 4 comma 0 തെറ്റ്, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. 0 0 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഏതേ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ 0 comma 2 pi by 3. ക്ലിയർ? ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങൾ ഈ ഇൻവേഴ്സ് ആ ക്വസ്റ്റ്യന് പ്രത്യേകത ഇവിടെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിനോടൊപ്പം തന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ചില കൺസെപ്റ്റുകളുണ്ട്. അതാണ് നമ്മളിവിടെ എടുത്തത്. ഈ ടേംസിനെ എടുക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് സൈൻ എക്സ് ബൈ 2 മൈനസ് കോസ് എക്സ് ബൈ 2 വരുമ്പോൾ ഉള്ള പ്രശ്നം അത് എന്തായി പോവും? സൈൻ എക്സ് ബൈ 2 മൈനസ് കോസ് എക്സ് ബൈ 2 ഈസ് നെഗറ്റീവ് ക്വാണ്ടിറ്റി. ഒരിക്കലും സ്ക്വയർ റൂട്ട് എന്ത് വരില്ല? നെഗറ്റീവ് വരില്ല. ഇതിനാലാണ് നമ്മൾ കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ആ ടേമിനെ മാറ്റിയെടുക്കണം. ശ്രദ്ധിക്കണം ആ എക്സ്പ്രഷൻ, നോട്ട് ദി സ്റ്റെപ്സ്. ഈ സ്റ്റെപ്സ് നിങ്ങൾ നോട്ട് ചെയ്യണം. നോട്ട് ദി സ്റ്റെപ്സ്. ഈ സ്റ്റെപ്പ് നിങ്ങൾ നോട്ട് ചെയ്യണം. കാരണം ഇവിടെ കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 എന്ന് എഴുതാവുള്ളൂ. ബിക്കോസ് കോസ് എക്സ് ബൈ 2 ഇസ് ഗ്രേറ്റർ ദാൻ സൈൻ എക്സ് ബൈ 2 ഇൻ ദ ഇൻ്റർവൽ 0 to pi by 4. മറ്റൊരു ഇൻ്റർവെൽ വരുമ്പോൾ മാറ്റം ഉണ്ടാവും. pi by 4 to pi by 2 വരുമ്പോൾ തിരിഞ്ഞാൽ വരണേ, അന്നേരം മാറ്റി എഴുതേണ്ടത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ്. ദെൻ ടാൻജൻസ് ആൻഡ് നോർമൽ നമ്മൾ അത്രയോ ക്വസ്റ്റ്യൻസേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താനായിട്ട് അവൻ്റെ ചാപ്റ്ററിൽ നമുക്ക് വന്നിരിക്കുന്ന ആ സിലബസിൽ നിന്ന് മാറ്റിക്കളഞ്ഞത് കൊണ്ട് നമ്മൾ അതിൽ എന്നിരുന്നാൽ പോലും ആ പോർഷൻസ് നമ്മൾ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻസ് വരാൻ വളരെയേറെ സാധ്യതയുണ്ട്. നമ്മൾ പോകുന്ന ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനിലേക്കാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ അകത്ത് വരുന്നതിൽ നമ്മൾ എടുത്ത പോർഷൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് മാക്സിമം ആൻഡ് മിനിമ. മാക്സിമം ആൻഡ് മിനിമയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇൻക്രീസിങ്, ഡിക്രീസിങ്, മാക്സിമം ആൻഡ് മിനിമ. ഞാൻ റേറ്റ് ഓഫ് ചേഞ്ച് പറഞ്ഞു എങ്കിൽ പോലും ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് വരാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒന്നാണ് മാക്സിമം ആൻഡ് മിനിമ. ഇൻക്രീസിങ്, ഡിക്രീസിങ് ആൻഡ് മാക്സിമം ആൻഡ് മിനിമ. അല്ല, മാക്സിമം ആൻഡ് മിനിമയാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. മാക്സിമം ആൻഡ് മിനിമ മാക്സിമം ആൻഡ് മിനിമയിൽ സത്യത്തിൽ നമ്മൾ എഴുതെടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം ആൻഡ് മിനിമം നമുക്ക് അബ്സല്യൂട്ട് മാക്സിമവും അബ്സല്യൂട്ട് മിനിമം ഉണ്ട്, ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം ഉണ്ട്. ഈ അബ്സല്യൂട്ട് മാക്സിമം, അബ്സല്യൂട്ട് മിനിമ
a function f of x is defined in the closed interval a comma b and has the range c comma d where d is the absolute maximum and c is the absolute minimum. ഏതൊരു ഫംഗ്ഷനും ഒരു അബ്സല്യൂട്ട് മാക്സിമവും ഒരു അബ്സല്യൂട്ട് മിനിമവും ഉണ്ട്. അതിൻ്റെ ഏറ്റവും മാക്സിമമാണ്. എന്നാൽ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം വി കൺസിഡർ ദ ഇൻട്രവൽ, ഒരു ഇൻട്രവലിനുള്ളിലുള്ളതാണ്. ഒരു ചെറിയ ഇൻട്രവലിനുള്ളിൽ വെച്ചിട്ടാണ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമ പറയുന്നത്. ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമയാണ് നിങ്ങൾ എന്നത് പറയുന്നത്. ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമ ഈസ് കോൾഡ് മാക്സിമം ആൻഡ് മിനിമ. ലോക്കൽ മാക്സിമേനെയാണ് മാക്സിമ അല്ലെങ്കിൽ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞത്. ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം. ഇപ്പം നിങ്ങളിങ്ങനെ ഒരു ഇതെടുത്താൽ ഇവിടെ നമ്മൾ എടുക്കുവാന്നിരിക്കട്ടെ ഈ ടേംസിന്. നോക്കൂ, ഇവിടെ ഒരു കർവ്, ഒരു ഇൻ്റർവൽ എ കോമ ബി എന്ന് പറഞ്ഞ ഇൻ്റർവൽ ഇത് വരുന്നു. വർക്കാവും ടേണിങ് ഇങ്ങനെ വന്നു, വർക്കാവും സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിട്ട് പോകും. ഇവിടെ നമ്മൾ എടുക്കുന്ന ഇതിനകത്ത് ഈ ടേംസിൽ നോക്കൂ, ഇവിടെ അത് എ എന്ന് പറഞ്ഞ പോയിന്റ് മാക്സിമം. ഇതിന് തൊട്ട് ചേർന്നുള്ള ഒരു പോയിന്റ് എടുത്തു, നെയ്ബർഹുഡ് ആയിട്ടുള്ള വേറൊരു തൊട്ട് ചേർന്നുള്ള പോയിന്റ് എടുത്ത് ഇങ്ങനെ എടുത്തു. നമ്മളിവിടെ എടുക്കുക കേട്ടോ, ഇവിടെ ഇത് മിനിമം. ഇത് കമ്പാരിറ്റീവ്ലി നെയ്ബർഹുഡ് വാല്യൂസ് ഓഫ് എക്സ് ഈക്വൽ ടു എ. ഇവിടെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ എക്സ് ഈക്വൽ ടു എ എന്ന്, ഇത് എ ആണ്, ഇത് എ മൈനസ് എച്ച് ആണ്. ഹിയർ വി ആർ കൺസിഡർ എച്ച് ഇസ് എ സ്മോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഇത് എ പ്ലസ് എച്ച് ആണ്, എക്സ് ഈക്വൽ ടു. ഇവിടെയും എ ആണ്, ഇത് എ മൈനസ് എച്ച് ആണ്, ദിസ് ഈസ് എ പ്ലസ് എച്ച് ആണ്. നമ്മളെടുത്തു എച്ച് ഈസ് എ സ്മോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തു. ഇവിടെ നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എ പ്ലസ് ഓർ മൈനസ് എച്ച്. വി ക്യാൻ സേ ദ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് മാക്സിമം at x equal to a. Maximum at x equal to a. x equal to a യിൽ നിങ്ങൾക്കൊരു ടാൻജൻറ്റ് വരയ്ക്കാം. x equal to a. Maximum at x equal to a. Maximum at x equal. കണ്ടോ, ഇവിടെ നിന്ന് അത് ഇൻക്രീസ് ചെയ്ത് വരുന്നു, ഇതത് ഡിക്രീസ് ചെയ്യുക. ലോക്കൽ മാക്സിമത്തിൽ അതിന് മുമ്പ് അത് ഇൻക്രീസ് ചെയ്യുന്നു, അവിടെ അതെന്ത് ചെയ്യുന്നു, 0 വരുന്നു ഡെറിവേറ്റീവ്. അത് കഴിഞ്ഞാൽ ഡിക്രീസ് ചെയ്യുന്നു. ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾക്കൊരു ടാൻജൻറ്റ് വരയ്ക്കാം. ഇത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഇവിടെ അത് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഇത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓർ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ ഹാസ് നോ മാക്സിമം ലോ മിനിമ. ഇവിടെ മാക്സിമം അറ്റ് എത്രയാണ്, മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു എ, അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ. മാക്സിമം വാല്യൂ ഈസ് ഈക്വൽ ടു മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂ എവിടെയാണ്, മാക്സിമം വാല്യൂ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ആണ്. ഇവിടെ എഫ് ഓഫ് എ ഷുഡ് ബി ലെസ് ദാൻ എഫ് ഓഫ് എ പ്ലസ് ഓർ മൈനസ് എച്ച്. അപ്പോൾ ഇവിടെ മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു എ, മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു എ, മിനിമ ഓർ മിനിമം വാല്യൂ, minimum value is equal to f of a ആണ്. ഇവിടെ നോ മാക്സിമം നോ മിനിമം, നോ മാക്സിമം മാക്സിമം ആൻഡ് മിനിമ. മാക്സിമം മിനിമവും ഇല്ല ഇവിടെ. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷന് മാക്സിമവും മിനിമവും ഇല്ല. പിന്നെ ഇങ്ങനെ വന്നാൽ കർവ് ഇങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കർവ് ഇങ്ങനെ വന്നിട്ട്
കാരണം ഇതിപ്പോൾ എക്സ് ആക്സിസ് ആണ് എടുത്തു, വൈ ആക്സ് ആവട്ടെ എവിടെ ആവട്ടെ, ഇത് സീറോയിൽ ഇങ്ങനെ വന്നിട്ട് ഇത് കണ്ടോ കർവ് ഇത് ഇങ്ങനെ വന്നു ഇവിടെ വന്നു, കർവ് ഇൻക്രീസ് ചെയ്യുക, ഇത് ഇൻക്രീസ് ചെയ്ത് സീറോയിൽ വന്നിട്ടൊന്നും ഉണ്ടോ അത് ടേൺ ചെയ്തത് ഇങ്ങനെ അങ്ങോട്ട് പോയി. ഇത് കോൺകേവ് ഡൗണിൽ നിന്നും കോൺകേവ് അപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു സീറോയിലാണ്. ഇത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനാണ്, മാക്സിമം മിനിമം അല്ല, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനാണ്, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനാണ്. കോൺകേവ് അപ്പിൽ നിന്നും കോൺകേവ് ഡൗൺ, സെക്കൻഡ് ഡെറിവേറ്റീവ് അവിടെ സീറോ ആയിരിക്കും. കോൺകേവ് ഡൗണിൽ നിന്നും കോൺകേവ് അപ്പിലേക്ക് ചേഞ്ച് ചെയ്യുന്ന പോയിന്റ് ഓർ തിരിച്ചു പോയാൽ അതിനെയാണ് പറഞ്ഞത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞത്. ഇത് ലോക്കൽ മാക്സിമ, ദിസ് ഈസ് ലോക്കൽ മിനിമ. ഹിയർ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓർ എ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ ഹാസ് നോ മാക്സിമം നോ മിനിമം. ഈ പോയിന്റിലും അവിടെ മാക്സിമം മിനിമവും ഇല്ല. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ഫംഗ്ഷനിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ. മാക്സിമം ആൻഡ് മിനിമ നമുക്ക് ടേംസിൽ എടുക്കുമ്പോൾ ഇതിൽ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെപ്സുകളാണ്. മെയിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് മെയിൻലി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഗ്രാഫിക്കലി നമുക്ക് ഡിസൈഡ് ചെയ്യാം, ഗ്രാഫ് വരച്ചിട്ട് മാക്സിമം ആൻഡ് മിനിമം നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതേ നോക്കൂ, എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഡെറിവേറ്റീവ് വരണം നിർബന്ധമില്ല കേട്ടോ. ഡെറിവേറ്റീവ് അതാണ് ഗ്രാഫ് വരച്ച് ചിലവാണ്, NCERT-ലും ഉണ്ടത്, ഗ്രാഫ് വരച്ച് നമുക്ക് ചെയ്യേണ്ടത് വരുന്നത്. നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ്സിൽ ഇപ്പോൾ ഒരു കർവ് വന്നു, നിങ്ങളൊരു കർവ് എടുത്താൽ ഇവിടുന്ന് ഒരു കർവ് എടുത്തു, ഇങ്ങനെ ഇങ്ങോട്ട് പോയി താഴേക്ക് വന്നു, മോളിൽ പോയി ഷാർപ്പ് എൻഡായിട്ട് താഴേക്ക് വന്നു, ചെയ്തു, ഇവിടുന്ന് മോളിൽ പോയി താഴേക്ക് വന്നു, മോളിൽ പോയി, ഉണ്ടോ ഇങ്ങനെ കർവാ പോയി എന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ എല്ലാം എന്താണ്, ഇവിടെ നിങ്ങൾക്കൊരു ടാൻജൻറ്റ് വരയ്ക്കാം, ഇവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കാം. ഇത് നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ് ആണ്, നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ് ആണ്, അവിടെയും മാക്സിമം മിനിമം വരാം. ഇവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കാം വിച്ച് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്, യു ക്യാൻ ഡ്രോ എ ടാൻജൻറ്റ് വിച്ച് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ് ഹിയർ ആൻഡ് ദർ. ഇവിടെ എല്ലാം വരയ്ക്കാം നമുക്ക്. ഡെറിവേറ്റീവ് സീറോ ആയിരിക്കും, എഫ് ഡാഷ് അവിടെ സീറോ ആയിരിക്കും, ആ ടേണിംഗ് പോയിന്റിൽ എഫ് ഡാഷ് സീറോ ആയിരിക്കും, അല്ലെങ്കിൽ നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അവിടെ നമുക്ക് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം അറ്റൈൻ ചെയ്യാം. എഫ് ഡാഷ് സീറോ ആകുന്ന പോയിന്റുകളെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയും. ദിസ് മേ ബി ലോക്കൽ മിനിമം ഓർ ലോക്കൽ മാക്സിമം ഓർ അതർവൈസ് നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ്സിൽ നമുക്ക് എടുക്കാം. ഓക്കെ, നോൺ ഡിഫറൻഷ്യബിൾ പോയിന്റ്സിലും എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സീറോ കൊടുത്തുകൊണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ച്, ക്രിട്ടിക്കൽ പോയിന്റിനൊക്കെ സ്ലൈറ്റ്ലി ലെസ് താൻ കൊടുക്കുമ്പോൾ ഇൻക്രീസിങ്ങും, എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് ഡെറിവേറ്റീവ് കൊടുക്കുമ്പോൾ പോസിറ്റീവും, അത് കഴിഞ്ഞിട്ടുള്ളത് കൊടുക്കുമ്പോൾ ഡെറിവേറ്റീവ് നെഗറ്റീവും ആണെങ്കിൽ ആ പോയിന്റ് മാക്സിമം ആണ്, തിരിച്ചാണെങ്കിൽ അത് മിനിമം ആണ് കേട്ടോ. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമുക്ക് എടുക്കുമ്പോൾ, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എടുക്കുമ്പോൾ അതിലെ സ്റ്റെപ്സുകൾ നമ്മൾ പറഞ്ഞാൽ, ഒന്ന് ലെറ്റ് എഫ് ഓഫ് എക്സ് ബി ദ ഗിവൺ ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സിന് അല്ലെങ്കിൽ വൈ എന്ന് കൊടുക്കാം, ബി ദ ഗിവൺ ഫംഗ്ഷൻ. തന്നിരിക്കുന്ന ഫംഗ്ഷന് എഫ് ഓഫ് എക്സ് എന്ന് പേര് കൊടുത്തു, ഗിവൺ ഫംഗ്ഷൻ. തന്നിരിക്കുന്ന ഫംഗ്ഷന് എഫ് ഓഫ് എക്സ് എന്ന് പേര് കൊടുത്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് ഫൈൻഡ് എഫ് ഡാഷ് എക്സ്. ഫൈൻഡ് എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കാമല്ലോ. തേർഡ് സ്റ്റെപ്പ്, ഇഫ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സീറോ വി ഗെറ്റ് ക്രിട്ടിക്കൽ പോയിന്റ്. നമുക്ക് എന്ത് കിട്ടി? ക്രിട്ടിക്കൽ പോയിന്റ്സ്, ടേണിംഗ് പോയിന്റ്സ്. ആ ടേണിംഗ് പോയിന്റ്സ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ടേണിംഗ് പോയിന്റ്സ് സേ ഞാൻ അതിനെ വിളിക്കുന്നു എ ആൻഡ് ബി. എയും ബി എന്ന് ഞാൻ വിളിച്ചു.
അങ്ങനെ കിട്ടി. എഫ് ഡാഷ് എക്സ് 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേണിംഗ് പോയിന്റ് ഓർ ക്രിട്ടിക്കൽ പോയിന്റാ. ഇനി 4 ഫൈൻഡ് എഫ് ഡബിൾ ഡാഷ് എക്സ്. എഫ് ഡബിൾ ഡാഷ് എക്സ് എടുത്തു. Then if f double dash a is greater than 0, f double dash a greater than 0 ആണെങ്കിൽ then f of x is minimum at x is equal to a. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ സൈൻ സൂചിപ്പിക്കുന്നത് ക്രിട്ടിക്കൽ പോയിന്റ് കഴിഞ്ഞ കർവ് എന്ത് ചെയ്ത്, ക്രിട്ടിക്കൽ പോയിന്റ് കഴിഞ്ഞ കർവ് ഇൻക്രീസ് ചെയ്തു. അതെവിടുന്ന? മിനിമത്തിന്നാ. അതാണ് സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ സൈൻ പോസിറ്റീവ് വരുമ്പോൾ ഫങ്ഷൻ അവിടെ ആ പോയിന്റിൽ എഫ് ഓഫ് എക്സ് ഈസ് മിനിമം അറ്റ് എക്സികൾ മിനിമ ഈക്വൽ ടു മിനിമം എന്താ, മിനിമം വാല്യൂ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എയും. പിന്നെ ഇഫ് f double dash b less than 0, then f of x is maximum at x is equal to a, not a, x equal to b. Then maxima എന്താണ്, മാക്സിമം ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി യു ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ പോയിന്റുകൾ ചിലപ്പോൾ 2 അതിലധികമോ ഉണ്ടാവാം, ഇൻഫിനിറ്റ് വരാം, അല്ലെങ്കിൽ വരാതിരിക്കാം. ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഉണ്ടാവാതിരിക്കാം. അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം എപ്പോഴും ഉണ്ട്. അതിൻ്റെ റേഞ്ചിൻ്റെ അപ്പർ ലിമിറ്റ് അബ്സല്യൂട്ട് മാക്സിമവും റേഞ്ചിൻ്റെ ലോവർ ലിമിറ്റ് അബ്സല്യൂട്ട് മിനിമവുമാണ്. ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ആണെങ്കിൽ ടേണിംഗ് വേണം. ഓക്കെ, ഇതെൻ്റെ പ്രൊസീജിയറാണ്. ഇതല്ല എങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ ഗ്രാഫ് വരച്ച് നമുക്ക് കണ്ടുപിടിക്കാം. NCERT ബുക്കിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഗ്രാഫിക്കൽ മെത്തേഡ് എഫ് ഓഫ് എക്സ് നിങ്ങൾക്ക് ചോദിക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 - mod x. അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ പോകണ്ട. അവിടെ നമ്മൾ എടുക്കുമ്പോൾ 3 - mod x ഗ്രാഫ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നു? നമുക്ക് ഇവിടുത്തെ ഗ്രാഫിൽ ചെയ്യുമ്പോൾ സമയത്ത് 3 - ഗ്രാഫ് വരയ്ക്കാം. നോൺ ഡിഫറെൻറ്റ് അല്ലേ, അപ്പോൾ ഗ്രാഫ് വരയ്ക്കാം. എക്സിന് നമ്മൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 3 - 3 കൊടുക്കുമ്പോൾ 0 ആണ്. ഇവിടെ 3 - 3 കൊടുക്കണം. ദെൻ എക്സിന് 0 കൊടുത്താൽ എന്താണ്, 3 ആണ് വരുന്നത്. 3 വരുന്നത്. ഇത് 0,3 ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് ഈ പോയിന്റ് വരുന്നത് -3,0 ആണ്. ഈ പോയിന്റ് വരുന്നത് 3,0 ആണ്. ഇതിൻ്റെ ലോക്കൽ മാക്സിമം ഇതിനുള്ളൂ. ലോക്കൽ മാക്സിമം കാരണം ഈ പോയിന്റിൽ നിന്ന് സംതിങ് അതിൻ്റെ ലെഫ്റ്റും റൈറ്റും നോക്കുമ്പോൾ ആ ലെഫ്റ്റും റൈറ്റുമുള്ള വാല്യൂസിനേക്കാൾ നെയ്ബർഹുഡ് വാല്യൂസിനേക്കാൾ കൂടിയാണ് നിൽക്കുന്നത് ഇവിടെ 0-ൽ. അപ്പോൾ ഇതിൻ്റെ ലോക്കൽ മാക്സിമം എന്താണ്? ലോക്കൽ മാക്സിമം ആകുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു 0-ലാണ്. ലോക്കൽ മാക്സിമ ഈസ് ഈക്വൽ ടു 3 ആണ്. ലോക്കൽ മാക്സിമ ഈസ് ഈക്വൽ ടു 3 ആണ്. ലോക്കൽ മാക്സിമം അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 3 ആണ്, 0 ആണ്. മാക്സിമ എത്രയാണ്? മാക്സിമ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0 ആണ്. എഫ് ഓഫ് 0 3 ആണ്. അപ്പോൾ അത് ഗ്രാഫിക് മെത്തേഡാണ്. ഹിയർ വി ആർ ഡിസ്കസിങ് വാട്ട് ഈസ് ദ മാക്സിമം ആൻഡ് മിനിമ. സോ ദർ ആർ 2 ടൈപ്സ്, അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമ. അതിൽ തന്നെ ഓർക്കുക, അത് ഫംഗ്ഷൻ്റെ റേഞ്ച് ഉണ്ട്. അപ്പർ അബ്സല്യൂട്ട് മാക്സിമവും അതിൻ്റെ ലോവർ അബ്സല്യൂട്ട് മിനിമവുമാണ്. ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമനെയാണ് മാക്സിമം ആൻഡ് മിനിമ എന്ന് പറയുന്നത്. എല്ലാ ഫംഗ്ഷനും ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഉണ്ടാവണമെന്നില്ല. ഒരു ഇൻട്രവലിൽ നമ്മൾ ഒരു ചെറിയ ഇൻട്രവലിൽ എഫ് ഓഫ് എ, ഞാനൊരു ഗ്രാഫ് തന്നെ കാണിച്ചു തന്നു. എഫ് ഓഫ് എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എ പ്ലസ് ഓർ മൈനസ് എച്ച്. ദെൻ വി ക്യാൻ സേ എഫ് ഓഫ് എക്സ് ഈസ് മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു എ.
എഫ് ഓഫ് എ ഈസ് ലെസ് ദാൻ എഫ് ഓഫ് എ പ്ലസ് ഓർ മൈനസ് എച്ച്. ആ എഫ് ഓഫ് എ എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റുപാടുമുള്ള വാല്യൂസിനേക്കാൾ, നെയ്ബർഹുഡ് വാല്യൂസിനേക്കാൾ എങ്ങനെയായിരിക്കണം? കുറവാണെങ്കിൽ അത് ലോക്കൽ മിനിമമാണ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫങ്ഷൻ, സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫങ്ഷൻസിന് ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം ഇല്ല. അതുകൊണ്ടാണ് എല്ലാ എന്ത് പറയുന്നത് 1 ഫങ്ഷൻസും എന്തായിരിക്കും? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓർ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആയിരിക്കും 1 ഫങ്ഷൻസ്. ലുക്ക്, ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞു. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിൻ്റെ പ്രൊസീജിയറാണ് എഴുതിയിരിക്കുന്നത്. ദെൻ ഗ്രാഫിക്കൽ മെത്തേഡിലും നമുക്ക് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ഡിസ്കസ് ദ പ്രോബ്ലത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇതിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതലും പ്രതീക്ഷിക്കുന്നത്. ഈ പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ നമുക്കിവിടെ വേർഡ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവാം, അതല്ലാതെ ഡയറക്റ്റുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. പ്രീവിയസ് ഇയർ 2019 ചോദിച്ച ചോദ്യമാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. ദ മാക്സിമം ഏരിയ in square units of a rectangle having its base on x-axis and its other 2 vertices on the parabola y is equal to 12 minus x square such that the rectangle lies inside the parabola is. അവിടെ കോർഡിനേറ്റ് ജോമെട്രിയിലെ പരാബോളയുമായി കണക്ട് ചെയ്തുകൊണ്ട് അവിടെ പറഞ്ഞു ജോമെട്രികൾ ഇതിൽ വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇക്വേഷൻസ് എഴുതുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ലുക്ക്, ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 12 മൈനസ് വൈ ആണ്. മൈനസ് ഓഫ് വൈ മൈനസ് 12 ആണ്. ഈ പരാബോളയുടെ പ്രത്യേകത വൈ സ്ക്വയർ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -4ay ആണ്. ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് 0,12 ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ഡൗൺവേർഡ് ഡയറക്ഷനാണ്. കാരണം ഇവിടെ നെഗറ്റീവ് വന്നതുകൊണ്ട് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു -4ay ആവുമ്പോൾ ഓപ്പൺ ഡൗൺവേർഡ് ഡയറക്ഷനാണ്. അപ്പോൾ ഈ പരാബോളയുടെ പിക്ചർ നമുക്ക് വരച്ചാൽ പരാബോളയുടെ പിക്ചർ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഇവിടെ നമുക്കെടുത്ത് പിക്ചർ വരയ്ക്കുന്നു. ഒറിജിൻ ഇതാണ്, എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. ഇവിടെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് 0,12 എന്നിരിക്കട്ടെ. എൻ്റെ വെർട്ടെക്സ് അങ്ങനെയാണ്. പരാബോള എങ്ങനെ ചെയ്യുന്നു? പരാബോള നമ്മൾക്ക് വരുന്നത് ഓപ്പൺ ടു ഡൗൺവേർഡ് ഡയറക്ഷനാണ്. അതിൻ്റെ കാരണം ഇത് നെഗറ്റീവാണ്. ആ പരാബോള ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നു. ഇങ്ങനെയാണ് പരാബോള നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ എടുക്കുന്നു. ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ നമ്മൾക്ക് പോയിന്റുകൾ എടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ മാക്സിമം ആയിരിക്കണം. സച്ച് ദാറ്റ് ദ റെക്റ്റാങ്കിൾ ലൈസ് ഇൻസൈഡ് ദ പരാബോള. ഇതിൻ്റെ ഏരിയ എന്തായിരിക്കണം? ദ മാക്സിമം ഏരിയ in a square unit, the rectangle having the base on x-axis and its അപ്പോൾ രണ്ട് സൈഡിലേക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ കോർഡിനേറ്റ്സുകൾ എടുക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇതിനെ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സിന് ടി എന്ന് കൊടുത്താൽ എക്സ് ടി ആണെങ്കിൽ വൈ എന്തായിരിക്കും? വൈ ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് വരുന്നത് എക്സ് ടി വരുന്നു. നമുക്ക് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരുന്നു? ടി സ്ക്വയർ. ഇവിടെ നമുക്ക് വൈയുടെ ടേംസിൽ 12 മൈനസ് ടി സ്ക്വയർ ആണ്. അപ്പോൾ ഇത് 12 മൈനസ് ടി സ്ക്വയർ എന്ന് വരുന്നു. ഇവിടെ നമുക്ക് മൈനസ് ടി, അതും 12 മൈനസ് ടി സ്ക്വയർ ആണ് കോർഡിനേറ്റ്സുകൾ. അപ്പോൾ ഈ ലെന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ലെന്ത് അത് ബ്രെഡ്ത്ത് എന്ന് പറയാം അല്ലേ? ബ്രെഡ്ത്ത് 12 മൈനസ് ടി സ്ക്വയർ ആണ്. ഇതിൻ്റെ ലെന്ത് എത്രയാണ്? മൈനസ് ടിയും ടി ആകുമ്പോൾ 2t ആണ്. അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്തായിരിക്കും? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എ ഈക്വൽ ടു 2t ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 12 മൈനസ് ടി സ്ക്വയർ ആണ്.
ഇതാണ് നമ്മൾ ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുക്കണം. വേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നാൽ അതിൻ്റെ ഫംഗ്ഷൻ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഏരിയ എ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? എ ഈസ് ഈക്വൽ ടു 24t മൈനസ് 2t ക്യൂബ്. ഇതിൻ്റെ ഏരിയ എന്താവണം? മാക്സിമം വരണം. നമുക്കറിയാം സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അനുസരിച്ച് dA/dt കണ്ടുപിടിച്ചു, ഈക്വൽ ടു 0 കൊടുത്തു, ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചു. സെക്കൻഡ് ഡെറിവേറ്റീവിലേക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കൊടുക്കുമ്പോൾ നെഗറ്റീവ് ഏത് ടി കൊടുക്കുമ്പോഴാണ്, ടിയുടെ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് നെഗറ്റീവ് വരുന്നതോ അതാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ മാക്സിമം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? dA/dt. dA/dt. വാട്ട് ഈസ് dA/dt? dA/dt ഈസ് ഈക്വൽ ടു 24 മൈനസ് 6t സ്ക്വയർ ആണ്. ഇഫ് dA/dt is equal to 0, എന്തിനാ? then we get the critical point. then we get the critical point. എങ്ങനെ വരുന്നു? 24 മൈനസ് 6t സ്ക്വയർ is equal to 0. then t square is equal to 4. t is equal to what? Plus or minus 2. Plus or minus 2. ഇത് നമ്മുടെ ഫസ്റ്റ് ഇതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുത്തെ നമുക്ക് എഴുതിയെടുക്കാം. നമ്മൾ ഇതെടുക്കുമ്പോൾ d²a/dt സ്ക്വയർ, d²a ഡിവൈഡഡ് ബൈ dt സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചു. സോ ദറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ വേരിയബിൾ ആയിട്ട് എടുത്താണ്. d² എന്ന് വെച്ചാൽ -12t ആണ്. -12tയിൽ d²a ഡിവൈഡഡ് ബൈ dt സ്ക്വയർ അറ്റ് t ഈസ് ഈക്വൽ ടു 2 കൊടുത്താൽ ഈ വാല്യൂസ് -24 എന്നാണ് വരുന്നത്, ലെസ് ദാൻ 0 ആണ്. ദെർഫോർ ഏരിയ എ ഈസ് മാക്സിമം ആണ്. എപ്പോൾ? അറ്റ് ടി ഈസ് ഈക്വൽ ടു എത്രയായിരിക്കുമ്പോൾ? 2 ആയിരിക്കുമ്പോഴാണ്. ടി 2 ആയിരിക്കുമ്പോഴാണ് അത് മാക്സിമം ആവുന്നത്. ടി 2 ആയിരിക്കുമ്പോൾ മാക്സിമം ആയാൽ നമുക്ക് വേണ്ടത് മാക്സിമം വാല്യൂ ആണ്, അല്ലേ? ഡിയല്ല. അപ്പോൾ ഏരിയ നമുക്ക് ഇവിടെ എഴുതുക എ ഈസ് ഈക്വൽ ടു ദിസ് കിട്ടണേ. അപ്പോൾ മാക്സിമം ഏരിയ ഈസ് ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കണം. അപ്പോൾ 2 × 2 4 ആണ്. 4 × 12 മൈനസ് എത്രയാണ്? 2 സ്ക്വയർ 4 ആണ്. സോ ദറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് വരുന്നത്? 32 ആണ്. 32 ആണ്. ഇവിടുത്തെ ആൻസർ 32 ആണ്. ഉണ്ടോ? അവിടെ ആ വേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ച് നമ്മളതിൻ്റെ ഫിഗർ ചെയ്താൽ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ചെയ്യാൻ അവിടെ അങ്ങോട്ട് യൂസ് ചെയ്തു എന്ന് മാത്രം. ആ ഫങ്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ്. പാരാബോളയുടെ ഇൻസൈഡായ റെക്റ്റാങ്കിൾ അതിൻ്റെ ബേസ് എക്സ് ആക്സിസ് ആകുമ്പോൾ ഇതിൻ്റെ ലെന്ത് രണ്ട് സൈഡും സിമെട്രിയാണ്. ഐദർ സൈഡ്സ് ആർ സിമെട്രി. അതുകൊണ്ട് അത് ടി എന്ന് എടുത്തു, ഇത് -t എന്ന് എടുത്തത്. ഇൻ ബിറ്റ്വീൻ ദ ലെന്ത് 0 to ദിസ് വാല്യൂം 0 to ദിസ് വാല്യൂം എന്താണ്? സെയിം ആണ്. ഓക്കെ, ക്ലിയർ? ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെയേറെ സാധ്യതയാണ്, ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഒന്നാണ് മാക്സിമം മിനിമയിലെ ക്വസ്റ്റ്യൻസ്. അല്പം ടൈം 2 മിനിറ്റ് 3 മിനിറ്റ് സമയമേ എടുക്കുള്ളൂ. നമ്മളതിൻ്റെ എല്ലാ സ്റ്റെപ്സും എഴുതിയെന്ന് മാത്രം. അല്ലാതെ നിങ്ങളത് ഷോർട്ടായി ഒന്നും ചെയ്യാൻ നോക്കരുത്. അതിൻ്റെ ടേംസുകളിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് ചെയ്യണം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഷോർട്ടായി ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ the minimum value of 2 raised to sin x plus a 2 raised to cos x is. ഞാൻ ആ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരു കാര്യത്തിനാണ്. മാക്സിമം ആൻഡ് മിനിമം ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള മറ്റൊരു ഇന്നിക്വാലിറ്റി ഉണ്ട്. ഇന്നിക്വാലിറ്റി പഠിച്ചിട്ടുണ്ട്. അരിത്തമാറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക്കൽ മീൻ. ഇത് യൂസ് ചെയ്ത് ചെയ്യാം. അവിടെ ഡെറിവേറ്റീവ് മാത്രമല്ല നമുക്ക് എടുക്കാവുന്നത്. ഇവിടെ തന്നെ നമുക്കിപ്പോൾ എടുത്താൽ നിങ്ങൾക്കറിയാം 2 raised to sin x പ്ലസ് 2 raised to cos x ഹോൾ ഡിവൈഡഡ് ബൈ 2. അരിത്തമാറ്റിക് മീനാ a plus b by 2. Arithmetic mean. Arithmetic mean is
greater than or equal to geometric mean of two number is root AB. 2 raised to sin x into 2 raised to cos x. 2 raised to sin x into 2 raised to cos x. The square root means the whole raised to 1 by 2. Isn't it? Arithmetic mean greater than or equal to geometric. Arithmetic mean is a plus b by 2. Geometric mean is root AB. Then 2 raised to sin x plus 2 raised to cos x greater than or equal to 2 into x raised to m into x raised to n is equal to x raised to m plus n. 2 raised to sin x plus cos x sin x plus cos x whole divided by 2. Sin x plus cos x whole divided by 2. Okay. ഇനി sin x plus cos x whole divided by 2. അതിൻ്റെ മിനിമം വാല്യൂസ് നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂസ് ആണ് ദിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു sin x plus cos x മിനിമം വാല്യൂ എന്താ എടുക്കണം sin x plus cos x. ഇതിൽ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ദിസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമുക്കറിയാം എ റൂട്ട് ഓഫ് മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ 1. ഇവിടെ എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് പ്ലസ് സി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇറ്റ്സ് എ ഫോർമുല ഫോർ the less than or equal to c plus root of a square plus b square. Isn't it? അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ ടേംസിൽ സി 0 ആണ്, അതുകൊണ്ട് മൈനസ് റൂട്ട് 2 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എന്താണ് പ്ലസ് റൂട്ട് 2 ആണ്. അതായത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ that is greater than or equal to minus root 2 divided by the whole divided by 2 എന്ന് പറഞ്ഞാൽ whole divided by 2 here less than or equal to root 2 by 2 ആണ്. അതായത് sin x plus cos x divided by 2 should be less than or equal to 1 by root 2 ആണ്. അപ്പോൾ ഈ ടേമിന് നമുക്ക് എന്തെടുക്കാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by root 2 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് 2 raised to 1. അപ്പോൾ 2 raised 2 into 2 raised to 1 by root 2. The less than terms is minus 1 by root 2. Minus 1 by root 2. Greater than or equal to what? Minus 1 by root 2. ആ ടേമിൻ്റെ ലെസ് ദാൻ ടേംസ് എടുക്കുമ്പോൾ മൈനസ് 1 by root 2. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വാട്ട് 2 raised to 1 minus 1 by root 2. Oh, which is the correct answer? Fourth option. ഇവിടെ നിന്ന് ഇതിൻ്റെ ലെസ് താൻ ആണ്, ഇതിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക്, അത് അതിനേക്കാൾ മുകളിലേക്കാണ് വരുള്ളൂ. അപ്പോൾ ഇവിടെ ലെസ് താൻ വാല്യൂസ് മൈനസ് 1 by root 2 നമ്മൾ കൊടുത്തത്. ദിസ് ഈസ് 1 minus 1 by root 2. അല്ലെങ്കിൽ ഇതാണ് ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യാതെ തന്നെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ചിലപ്പോൾ മാക്സിമം മിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ അങ്ങനെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് എല്ലാ ടൈപ്പും നിങ്ങൾക്ക് JEE മെയിൻ വരുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 100% കിട്ടാൻ വേണ്ടി നമുക്കിതിൽ നിന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഏത് ലെവൽ എവിടെയും ചോദിച്ചാലും നമുക്ക് എന്ത് കിട്ടണം ക്വസ്റ്റ്യൻ മസ്റ്റായി കിട്ടും. ആ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ സെലക്ട് ചെയ്ത് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായി ഈ ചാപ്റ്ററിനെ റിവൈസ് ചെയ്യുകയും അതിൽ നിന്നും 100% വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യത്തക്ക രീതിയിൽ ഉറപ്പ് വരുത്തിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് മാക്സിമം മിനിമം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ ചാപ്റ്ററിൽ 5 പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്തതെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒന്ന് മാക്സിമം മിനിമ, ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻ.
ഈ രണ്ട് കാര്യങ്ങൾക്കാണ്. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കാനുള്ള സാധ്യതകൾ. നമുക്ക് പിന്നെ ടാൻജൻസ് ആൻഡ് നോർമൽ ഈ തവണ സിലബസിൽ നിന്ന് മാറ്റിയത് കൊണ്ടാണ് അതിന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ്. എന്നാലും ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടില്ലേ, അതും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കാരണം ടാൻജൻറ്റും നോർമലും ചോദിക്കാതെ തന്നെ നമ്മളോട് ചോദിക്കാം. അതിൻ്റെതായ ഫോർമുലകൾ നമുക്ക് യൂസ് ചെയ്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ വരും. മറ്റൊന്ന് റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. മാക്സിമം ആൻഡ് മിനിമയിലെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതുമായി ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ if S1 and S2 are respectively the sets of local minimum and local maximum points of the function f of x equal to 9x raised to 4 plus 12 x cube minus 36 x square plus 25 x belongs to R, then ഇതാണ് ചോദ്യം. അപ്പം നമുക്ക് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കാണണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? എഫ് ഡാഷ് എക്സ് എടുക്കണം. എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ച് എഫ് ഡാഷ് എക്സിന് എന്ത് കൊടുക്കും? 0 എന്ന് കൊടുക്കും. ആ 0 എന്ന് കൊടുത്തുകൊണ്ട് ആ ഫംഗ്ഷനിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? ആ ഇക്വേഷൻ്റെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. അതിനെ ആ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞേ. ആ ക്രിട്ടിക്കൽ പോയിന്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്രീസിങ് ഡിക്രീസിങ് മാക്സിമം മിനിമം വേണമെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എഴുതിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് നിന്നുകൊണ്ട് തന്നെ നമുക്ക് പറയുകയും ചെയ്യാം. നോക്കാം, നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിനെ നമ്മൾ എന്ത് ചെയ്തു? എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുന്നു. ഇറ്റ് ഈസ് എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു, നോക്കൂ, ഇതിൻ്റെ എഫ് ഡാഷ് എക്സ് എടുത്തു കഴിഞ്ഞാൽ 9x raised to 4 36x ക്യൂബ്. എക്സ് raised to 4ൻ്റെ ഡെറിവേറ്റീവ് 4x ക്യൂബ് പ്ലസ് 12 into 3x square 36x square minus 72x പ്ലസ് 25ൻ്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോയി. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് എക്സിന് നിങ്ങൾക്ക് എഴുതുന്നത് എഫ് ഡാഷ് എക്സിനെ 36x നിങ്ങൾ പുറമേക്ക് എടുത്താൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 എന്നെഴുതാം. അതിനൊന്നുകൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 36x പ്രൊഡക്റ്റ് -2 സമ്മ +1 വരുന്നതുകൊണ്ട് ഈ ടേമിന് നിങ്ങൾക്ക് എന്തെഴുതാം? എക്സ് പ്ലസ് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1. ഇഫ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0, വി ഗെറ്റ് ക്രിട്ടിക്കൽ പോയിന്റ്. എഫ് ഡാഷ് എക്സ് 0 എന്ന് കൊടുത്താൽ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റാണ് കിട്ടുന്നത്. അതായത് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 36x ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് കിട്ടുന്നത് എക്സിൻ്റെ വാല്യൂ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് -2 0 1 ആണ്. ഇതാണ് ക്രിട്ടിക്കൽ പോയിന്റ്. നമുക്ക് വേണമെങ്കിൽ ഒരു ലൈൻ ഡയഗ്രാം വരച്ച് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. ലൈൻ ഡയഗ്രാം വരച്ചു. ഈ ക്രിട്ടിക്കൽ പോയിന്റുകൾ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഇത് മൈനസ് ഇൻഫിനിറ്റി, ദിസ് ഈസ് പ്ലസ് ഇൻഫിനിറ്റി, -2 ഇവിടെ 0 +1 ഇങ്ങനെയാണ്. ഞാൻ എഫ് ഡാഷ് എക്സിനാണ് നോക്കുന്നത്. എഫ് ഡാഷ് എക്സിൻ്റെ സൈനാണ് നോക്കുന്നത്. -2ന് താഴെ ഒരു -5 നിങ്ങൾ സപ്ലൈ ചെയ്താൽ ഇത് നെഗറ്റീവ്. -5 കൊടുക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് 3 നെഗറ്റീവ്സ് വരുന്നത് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവാണ്. എഫ് ഡാഷ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ എന്ത് ചെയ്യുന്നു? എഫ് ഡാഷ് നെഗറ്റീവ് വരുന്നു. അപ്പോൾ എഫ് ഡാഷ് നെഗറ്റീവ് വരിക എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇത് ഡിക്രീസ് ചെയ്യുന്നു. ഇങ്ങനെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
എഫ് ഡാഷ് നെഗറ്റീവ് കിട്ടിയത് എങ്ങനെയാണ്? -∞ -2 ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ. ഞാൻ -5 എടുത്തിട്ട് ഇവിടെ കൊടുക്കുമ്പോൾ എക്സ് -5 നെഗറ്റീവാണ്, -5 + 2 നെഗറ്റീവാണ്, -5 -1 നെഗറ്റീവാണ്, 3 നെഗറ്റീവിൻ്റെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നെഗറ്റീവാണ്. അടുത്തത് ഞാൻ -2നും 0ക്കും ഇടയിൽ -1 കൊടുക്കുമ്പോൾ ഇത് നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, രണ്ട് നെഗറ്റീവ് പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അവിടം വരെ അതെന്ത് ചെയ്യുന്നു? ഇൻക്രീസിങ് ആണ് അല്ലേ, അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ നമുക്ക് 0ക്കും 1നും ഇടയിൽ 1/2 കൊടുക്കുമ്പോൾ ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, 1/2 കൊടുക്കുമ്പോൾ നെഗറ്റീവാണ്, അത് നെഗറ്റീവാണ്. പിന്നെ അതെന്തായിരിക്കും? നമുക്ക് ഒറ്റയടിക്കരുത്, അത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ബേബി കർവ് പോലെ എഴുതാം നമുക്ക്. ഇത് എവിടെ കണ്ടോ? ഇൻക്രീസിങ് ആണ്, പോസിറ്റീവാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ കർവുകളിൽ ഞാൻ ആദ്യം പറയുന്നത് പോലെ ഇവിടെ ഇത് എന്താണ്? ലോവറാണ്, ഇതാണ് മിനിമം പോയിൻ്റ് ആണ്, ഇതെന്ത് പോയിൻ്റാണ്? മാക്സിമം പോയിൻ്റ് ആണ്, ഇതെന്താണ്? മിനിമം പോയിൻ്റ് ആണ്. നമുക്ക് മിനിമം പോയിന്റുകൾ -2ഉം 1ഉം ആണ്. S1 എന്ന് പറഞ്ഞാൽ -2 1 ആണ്. S1 is equal to -2, 1. S2 എന്ന് പറഞ്ഞാൽ മാക്സിമം പോയിൻ്റാണ് പറഞ്ഞിരിക്കുന്നത്. S2 is a maximum point, അത് 0 ആണ്. വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 3 ആണ് കേട്ടോ. അവിടെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാതെ തന്നെ ഞാൻ ചെയ്തത്. ആ ഒരു കർവ് വരച്ച് നമുക്ക് ഒറ്റയടിക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾ f(x)ൻ്റെ ഡെറിവേറ്റീവ് കണ്ട് =0 കൊടുത്ത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സുകൾ കണ്ടുപിടിക്കുക. ആ ക്രിട്ടിക്കൽ പോയിൻറ്റ്സുകൾ വെച്ചുകൊണ്ട് ഇൻ്റർവെല്ലുകൾ എന്ത് ചെയ്യുക? ഡിസൈൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു എളുപ്പമായി വേവി കർവ് പോലെ അത് പോകുന്നത് തന്നെ കേട്ടോ. ഇത് പോസിറ്റീവ് വന്നാൽ നമുക്ക് എപ്പോഴും ഒരു കാര്യം പറയാൻ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, 2 മാക്സിമം ലോക്കൽ മാക്സിമങ്ങൾ അടുത്ത് വരില്ല. അപ്പോൾ ഇത് നെഗറ്റീവ് എങ്കിൽ ഇവിടെ നിന്ന് ഇതിങ്ങനെ നെഗറ്റീവ് എങ്കിൽ അടുത്ത് പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ് വരുള്ളൂ. 2 ലോക്കൽ മാക്സിമങ്ങൾ, 2 ലോക്കൽ മിനിമങ്ങൾ അടുത്തടുത്ത് വരില്ലല്ലോ. ഒരു മാക്സിമത്തിൽ ചെന്നാൽ പിന്നെ അത് മിനിമത്തിൽ വന്ന് പിന്നെ മാക്സിമത്തിൽ പോയി അങ്ങനെയല്ലേ പോകൂ. അപ്പോൾ അത് ബേബി കർവ് പോലെ തന്നെ പോകൂ. നിങ്ങൾ അത് ഒന്നും തന്നെ ചെയ്താൽ തന്നെ നമുക്ക് അപ്പം തന്നെ എഴുതാൻ പറ്റും. -2 ആണെങ്കിൽ -2ഉം 1ഉം അവിടെ എന്താണ്? മിനിമം പോയിൻറ്റും 0 എന്ന് പറയുന്നത് മാക്സിമവുമാണ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാക്സിമം ആൻഡ് മിനിമം തന്നെ ചോദിക്കുന്ന ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഫങ്ഷൻസ് ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. The maximum value of the function f(x) is equal to 3x³ minus 18x² plus 27x minus 40 on the set S is equal to x belongs to R x² plus 30 less than or equal to 11x is. അവിടെ ജനറൽ മാക്സിമം മിനിമം അല്ല ധാരണ. അത് ഏത് സെറ്റിലായിരിക്കണം? ഈ സെറ്റിലായിരിക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഇതിൻ്റെ മാക്സിമം മിനിമം എടുക്കുന്ന സമയത്ത് അവിടുത്തെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം നമ്മൾ എടുക്കുമ്പോൾ f'(x) നമുക്ക് കണ്ടുപിടിക്കണം. f'(x) ആണ് ആദ്യം എഴുതുന്നത്. f'(x) ഈക്വൽ ടു നമുക്ക് അപ്പോൾ അതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റുകൾ കിട്ടുകയും അതിനുശേഷം ഈ ഇൻ്റർവെല്ലും കൂടി ഡിസൈഡ് ചെയ്തിട്ട് ആ ഇൻ്റർവെല്ലിൽ നോക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരുന്നത് 3x³ 3 × x³ 3x² ആണ്. 3x³ ആണ് വരുമ്പോൾ 9x² ആണ് അതിൻ്റെ ഡെറിവേറ്റീവ്. അതിനകത്ത് 36x പ്ലസ് 27 എന്ന് വന്നു. ഇതിനെ നിങ്ങൾക്ക് 9 വിൽ ബി ടേക്കൺ ഔട്ട്സൈഡ്. 9 × x² മൈനസ് 4x പ്ലസ് 3 എന്ന് എഴുതാം. വി ക്യാൻ ഫാക്ടറൈസ്, ഇറ്റ് ഈസ് ബെറ്റർ. 9 × പ്രൊഡക്റ്റ് 3 സമ്മ് -4 x - 3 × x - 1. അപ്പോൾ ഈ f' ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടാൻ വേണ്ടി ഈ f'(x) = 0 കൊടുത്തു. ഈ f'(x) = 0 എന്ന് കൊടുത്തു. then we get to critical point. Then
critical points. Then we get the critical points. What are they? Critical points ഏതൊക്കെയാണ്? 1 x is equal to 1 3 അത് വെച്ചുകൊണ്ട് നമുക്ക് ആ ഇൻ്റർവൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം. ആദ്യത്തെ പോലെ തന്നെ നമുക്ക് ഇൻ്റർവൽ ഡിസൈഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾ എടുക്കുന്നത് ഇത് മൈനസ് ഇൻഫിനിറ്റി, ദിസ് ഇസ് പ്ലസ് ഇൻഫിനിറ്റി. 1 3 ഹിയർ 1 3. എഫ് ഡാഷ് എക്സിൻ്റെ സൈനെ ഞാൻ നോക്കുന്നുള്ളൂ. എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ ഞാൻ നോക്കുന്നു ആ ഇൻ്റർവെല്ലിൽ. എഫ് ഡാഷ് എക്സിൻ്റെ സൈൻ നോക്കുമ്പോൾ ഇവിടുത്തെ നോക്കുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു 1 ആണെങ്കിൽ അതിനിടയിലുള്ളൊരു വാല്യൂ കൊടുക്കും 0. അത് എഫ് ഡാഷ് എക്സിൽ കൊടുത്തു. എഫ് ഡാഷ് എക്സ് ഇതാ 0 കൊടുക്കുമ്പോൾ ഇത് നെഗറ്റീവാ, ഇത് നെഗറ്റീവാ, അപ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കർവിങ് വരുന്നത് പോസിറ്റീവാണ്. ഇവിടെ നിന്ന് എന്ത് വരുന്നു? പോസിറ്റീവാണ്. ഇൻക്രീസ് ചെയ്യുന്നു. അടുത്തത് നമുക്കറിയാം, അടുത്ത എന്തായിരിക്കും? അത് ഡിക്രീസ് ചെയ്യുന്നു, പിന്നെയും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കുമ്പോൾ ഈ പോയിൻ്റ് മാക്സിമം പോയിൻ്റാണ്, ഇത് മിനിമം പോയിൻ്റാണ്. ഇവിടെ നമ്മളോട് ചോദ്യം ഈ ഇൻ്റർവെല്ലിനുള്ളിലായിരിക്കണം അല്ലേ? അപ്പം മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 1, മിനിമം അറ്റ് എക്സ് ഈക്വൽ ടു 3 ആണ്. ഇവിടുത്തെ ഇൻ്റർവെൽ എന്താ വരുന്നത്? എക്സ് സ്ക്വയർ മൈനസ്, നോക്കൂ, എക്സ് സ്ക്വയർ മൈനസ് 11x പ്ലസ് 30 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 നോക്കൂ, ഓൺ ദ സെറ്റ് ദിസ്, ഈ സെറ്റിനുള്ളിൽ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ആ സെറ്റിനുള്ളിൽ നമുക്ക് പറയുമ്പോൾ എക്സിന് 30 എന്ന് വരുമ്പോൾ എക്സ് മൈനസ് 6 ഇൻറ്റു എക്സ് മൈനസ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എക്സ് ബിലോങ്സ് ടു ഏത് ഇൻ്റർവെല്ലിനുള്ളിൽ? ക്ലോസ് ഇൻ്റർവൽ 5 to 6 ആണ്. ക്ലോസ് ഇൻ്റർവൽ 5 to 6 ആവുമ്പോൾ ഇവിടെയാണല്ലോ 5, ഇത് 5, ഇവിടെ 6. നിങ്ങൾ ഈ എടുക്കുന്ന ഇൻ്റർവൽ എടുക്കുമ്പോൾ 5 to 6 5 to 6 ഇൻ്റർവെല്ലിനുള്ളിലാവുമ്പോൾ നമുക്ക് 6 കൊടുക്കുമ്പോഴല്ലേ മാക്സിമം കിട്ടുന്നത്. കാരണം അത് ഇൻക്രീസിങ് ആണ്. ഇവിടെ ഇത് മിനിമം പോയിന്റ് ഇത് ഇൻക്രീസിങ് ആണ്. ഈ പോയിന്റിനാണ് 6 കൊടുക്കുമ്പോഴാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് മാക്സിമം വേണ്ടേ? മാക്സിമം അറ്റ് എവിടെ? ഈ ഇൻ്റർവെൽ മാക്സിമം അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 6 ആണ്. കാരണം ഈ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം അല്ല ചോദ്യം. ചോദ്യം ഏത്? ഈ ഇൻ്റർവെല്ലിനുള്ളിൽ വരണം. ആ ഇൻ്റർവെല്ലിനുള്ളിൽ ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അതിൻ്റെ മാക്സിമം കാണുക എന്ന് വെച്ചാൽ അത് എവിടെ വരുള്ളൂ? ഈ 6 വരുള്ളൂ. കാരണം അത് ഇൻക്രീസിങ് ആയതുകൊണ്ട് 5 കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ കൊടുക്കുന്ന വാല്യൂവിനേക്കാൾ കൂടുതൽ വാല്യൂ ആയിരിക്കും 6 കൊടുക്കുമ്പോൾ കിട്ടുന്നത്. ദെൻ മാക്സിമം ഈസ് ഈക്വൽ ടു maximum value is equal to f of 6 ആണ്. maximum value is equal to f of 6 ആണ്. so that is equal to f of 6 എടുക്കുമ്പോൾ that is equal to 3 into 6 cube minus 18 into 6 square plus 27 into 6 മൈനസ് 40 ആണ്. നിങ്ങളിതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 into 216 മൈനസ് 18 into 36 പ്ലസ് 27 into 6 മൈനസ് 40 ആണ്. സോ ദിസ് ആൻസർ ഈസ് ഈക്വൽ ടു 122 ആണ്. അപ്പോൾ ആൻസർ ഏതാണ് കറക്റ്റ്? 3 ആണ്. ഓക്കെ, അവിടെ നമ്മൾക്ക് ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത മാക്സിമം മിനിമം ഡയറക്റ്റ് ചോദിച്ചിട്ട് ദ മാക്സിമം വാല്യൂ ഓഫ് ദ ഫങ്ഷൻ ദിസ് ഓൺ ദ സെറ്റ്, ഈ സെറ്റിനുള്ളിലാണ്, ഈ സെറ്റിനുള്ളിൽ വേണം.
അതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ഫംഗ്ഷൻ പോകുന്നത് ഇങ്ങനെയാണ്. ആദ്യമേ -∞ മുതൽ 1 വരെ അത് ഇൻക്രീസ് ചെയ്തു, പിന്നെ അത് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇത് മാക്സിമം പോയിന്റ് ആണ്. പിന്നെ അത് ഡിക്രീസ് ചെയ്ത് 3-ൽ വന്നിട്ട് പിന്നെ അത് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ 5 to 6-ൽ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? 5 to 6-ൽ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ f(5) ഷുഡ് ബി ലെസ് ദാൻ f(6) ആണ്. അപ്പോൾ അവിടെ മാക്സിമം ഏതാണ്? f(6) ആണ്. f(6) 122 ആണ്. ക്ലിയർ? ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇവിടെ this is 20 meters of wire is available for fencing of a flower bed in the form of a circular sector. Then the maximum area in square meter of a flower bed is maximum area. അപ്പോൾ ഫ്ലവർ ബെഡിൻ്റെ ആ ഒരു പിക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? നമുക്ക് ഏകദേശം ഇങ്ങനെ നിൽക്കുന്നു, സെക്ടറായിട്ട് നിൽക്കുമ്പോൾ അല്ലേ? ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് റേഡിയൻ മെഷറിൽ എടുത്തിട്ട് ഇതാണെന്നിരിക്കട്ടെ, തീറ്റ. ഇത് R റേഡിയസ് ആണ്, ഇത് R ആണ്, ഇത് L ആണ്. നിങ്ങൾക്കറിയാം L is equal to അല്ലെങ്കിൽ തീറ്റ is equal to L/R ആണ്. then L is equal to R തീറ്റയാണ്. തീറ്റ ഇൻ ദ റേഡിയൻ മെഷറാണ്. ഓക്കെ, ദെൻ അവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫെൻസിങ് ഫ്ലവർ എത്രയാണ്? ദ 20 meters ഓഫ് വയർ യൂസിങ് ഫോർ, ദെൻ 20 meters ഈസ് പെരിമീറ്റർ. പെരിമീറ്റർ ആണ് 20. പെരിമീറ്റർ എത്രയാണ്? 2R പ്ലസ് R തീറ്റ ഈക്വൽ ടു 20 ആണ്. then R theta is equal to 20 minus 2R ആണ്. theta is equal to 20 minus 2R divided by R ആണ്. isn't it? theta എന്ന് പറഞ്ഞാൽ അതാണ്. then that is equal to ഇവിടെ then the maximum area is equal to area of the sector. area A is equal to area of the sector is equal to 1/2 R square theta ആണ്. 1/2 R square theta ആണ്. where theta is in radian, റേഡിയനിലായിരിക്കുമ്പോൾ. so that is equal to 1/2 into R square into theta 20 minus 2R divided by R ആണ്. R cancel, so that is equal to ഇവിടെ R/2 10R 20/2 10R minus R square ആണ്. isn't it? ഇതാണ് ഏരിയ. ഇതാണ് നമുക്ക് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇതിൻ്റെ മാക്സിമം കാണാൻ വേണ്ടി ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, ക്രിട്ടിക്കൽ പോയിന്റ്സ് എടുക്കുക. ആ ക്രിട്ടിക്കൽ പോയിന്റ്സ് സെക്കൻഡ് ഡെറിവേറ്റീവിലേക്ക് കൊടുക്കുമ്പോൾ നെഗറ്റീവ് വരുന്നതാണ് മാക്സിമം. അപ്പോൾ നമുക്ക് എന്ത് വരുന്നു? നമുക്ക് എടുക്കുമ്പോൾ dA/dr is equal to 10 minus 2R ആണ്. if dA/dr is equal to 0, then we can get the critical point 10 minus 2R is equal to 0. R is equal to 5 ആണ്. R is equal to എന്താണ്? 5 ആണ്. then R is equal to 5. d square A second derivative ആണ്. d square A divided by d R square ആണ്. so that is equal to -2 ആണ്. less than 0 ആണ്. therefore
area is maximum. Maximum when? Maximum at r is equal to 5. R is equal to 5 il maximum ആണ്. Isn't it? Maximum area r 5 ലാണ്. Maximum area is equal to this is the function 10 into 5 minus 5 square. 50 minus 25 is at 25. 25 square meter. This length is the meter. It's an answer. Which is the correct answer? Fourth one. 4 ആണ് correct answer. നോക്കൂ, അവിടെ നമ്മുടെ ആ പ്രോബ്ലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ഈ ഫോർമുല കണ്ടോ, ഏരിയയുടെ ഈ ഫോർമുല നമ്മളൊന്ന് ഉണ്ടാക്കിയെടുക്കലാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് എഴുതി ഈക്വൽ ടു 0 കൊടുത്തു, ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ചു. അത് സെക്കൻഡ് ഡെറിവേറ്റീവിലേക്ക് കൊടുക്കുമ്പോൾ നെഗറ്റീവ് വന്നതുകൊണ്ട് അത് മാക്സിമം, പോസിറ്റീവ് വരുന്നു. അപ്പോൾ ഇതൊരു നെഗറ്റീവാണ്, അതുകൊണ്ടാണ് r is equal to 5 എന്ന് എഴുതിയത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 17. Let f be the function defined by f of x is equal to tan x by x not equal to 0, x equal to 0, 1. Statement 1, x equal to 0 is point of minimum of f. Minimum of f. Statement 2, f dash 0 is equal to 0. Statement 2 correct. X equal to 0, 1. F dash 1. F dash, this is derivative is equal to 0. This is correct. This is correct. Then x equal to 0 is the minimum point. നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. ഇപ്പോൾ 0യുടെ വാല്യൂസിൽ നിങ്ങൾക്ക് അറിയാവുന്നത് tan x 2011 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് 4. tan x ന്റെ വാല്യൂസ് നമ്മൾ എടുക്കുമ്പോൾ നോക്കൂ, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 നമുക്ക് എടുക്കാം. ഗ്രേറ്റർ ദാൻ 0 tan x എങ്ങനെയായിരിക്കും? tan x ഷുഡ് ബി ഗ്രേറ്റർ ദാൻ x ആണ്. നോക്കൂ, നിങ്ങളൊരു ഗ്രാഫ് വരച്ച് നോക്കൂ, ക്ലിയർ ആവും. ഇതിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതിൽ എക്സിനും വൈനും വരുമ്പോൾ ആണ് ഗ്രാഫ് പോകുന്നത് അല്ലേ? y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ, ഇതാരുടെ ഗ്രാഫാ? ടാൻ എക്സിൻ്റെ ഗ്രാഫാ. y ഈക്വൽ ടു എക്സിൻ്റെ ഗ്രാഫ്. വൈക്കോട്ടെ എക്സിൻ്റെ ഗ്രാഫ് ഇത് ഇങ്ങനെ വന്നിട്ട് ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങ് പോണേ അല്ലേ? അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വരച്ചിരിക്കുന്ന രീതി അനുസരിച്ച് ഇത് നോക്കിക്കോ, ഇത് എക്സ് ആണ്, ഇത് y ഈക്വൽ ടു എക്സ് ആണ്, ഇത് y ഈസ് ഈക്വൽ ടു ടാൻ എക്സ് ആണ്. ടാൻ എക്സിൻ്റെ വാല്യൂ ആരേക്കാൾ മുകളിലാണ്? എക്സിനേക്കാൾ മുകളിലാണ്. അതാണ് ടാൻ എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് എന്ന് എഴുതിയത്. ടാൻ എക്സ് ഗ്രേറ്റർ ദാൻ എക്സ് ആണെങ്കിൽ ടാൻ എക്സ് ബൈ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ടാൻ എക്സ് ബൈ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ്.
അപ്പോൾ tan x by x greater than 1 ആവുമ്പോൾ നമുക്ക് അതിൻ്റെ മിനിമം വാല്യൂസ് നോക്കൂ. ഇതിൽ മിനിമം വാല്യൂ വരുന്നത് 0യിൽ മിനിമം വാല്യൂ അറ്റ് tan x by x അവിടെ പറഞ്ഞിരിക്കുന്നത് x equal to 0 is the point of minimum. അപ്പോൾ ആ ഓപ്ഷനും എന്താണ്? കറക്റ്റാണ്. ഇതും കറക്റ്റാണ്, മിനിമമാണ്. ദെൻ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് 2ൽ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1ൽ x equal to 0 is the point of minimum ആണ്. കാരണം ഇവിടെ എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ഇവിടുത്തെ ടേംസ് അനുസരിച്ച് നമുക്ക് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 is true, സ്റ്റേറ്റ്മെൻറ്റ് 2 is true, സ്റ്റേറ്റ്മെൻറ്റ് 2 is the correct explanation of സ്റ്റേറ്റ്മെൻറ്റ് 1. അത് ശരിയല്ല. ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ? സെക്കൻഡ് ഓപ്ഷനാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 are true. സ്റ്റേറ്റ്മെൻറ്റ് 2 is not a correct explanation of 1. ഇവിടുത്തെ മിനിമം പോയിന്റ് കണ്ടില്ലേ? മിനിമം വാല്യൂസ് നിൽക്കുന്നത് ഇവിടെയാണ്. മിനിമം വാല്യൂസാണ് ഇതിനേക്കാൾ. tan x by x മിനിമത്തിലാണ്. ഇവിടെ നിൽക്കുന്ന ആ പോയിന്റിൽ മിനിമത്തിലാണ്. കാരണം tan x by x ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 ആണ്. അത് 4x ഗ്രേറ്റർ ദാൻ 0യിൽ അത് മിനിമം പോയിന്റിലാണ് നമുക്ക് വരുള്ളൂ. ഓക്കെ, ഞാൻ ഡെറിവേറ്റീവ് എടുത്തും ചെയ്യാം, ഗ്രാഫിലൂടെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 are true, but statement 2 is not a correct explanation of statement 1. Then അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു ഇതാണ്. ഈ x/2 ഒരു റെസിപ്രോക്കൽ ഫംഗ്ഷൻ നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇങ്ങനെ ഇഫ് a greater than 0, then the number and its reciprocal a plus 1 by a should be greater than or equal to 2 ആണ്. ഇവിടെ നിങ്ങളോട് മിനിമം ആണ് ചോദിച്ചിരിക്കുന്നത് എന്നുകൊണ്ടാൽ x/2 അതിൻ്റെ റെസിപ്രോക്കലായ 2/x എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. x ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2/x ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? 2 ആയിരിക്കണം. വെൻ x ഈക്വൽ ടു എന്തായിരിക്കുമ്പോൾ? x is equal to 1 ആയി. ഇവിടുത്തെ ടേംസിൽ x equal to 1 ആയിരിക്കുമ്പോൾ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതെന്ന് നമുക്ക് എഴുതാം? 4 എന്ന് എഴുതാം. പക്ഷേ മിനിമം അറ്റ് ഈസ് x equal to 1ലാണ്. എക്സിന് 1 എന്ന് കൊടുക്കുമ്പോഴാണ് നോട്ട് x equal to 1, x equal to 2 ആണ്. x equal to എന്താണ്? x equal to 2 ആണ്. x equal to 2 എന്ന് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? 2/2 1 പ്ലസ് 2/2 1. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്. അപ്പോൾ നമുക്കിത് അല്ലാതെ ചെയ്യാം. നമുക്ക് ഡെറിവേറ്റീവ് മെത്തേഡ് എടുത്ത് ചെയ്യാം. ഇത് നമ്മൾ ഷോർട്ട് മെത്തേഡിൽ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ആ 2 കിട്ടുന്നത് എപ്പോഴാണെന്ന് നോക്കുക. എക്സിന് എന്ത് കൊടുക്കുമ്പോഴാണ്? 2 കൊടുക്കുമ്പോഴാണ്. എക്സിന് 2 കൊടുക്കുമ്പോൾ 1 + 1 2 എന്ന് കിട്ടുന്നു. അതാണ് x equal to 2 എന്ന് എഴുതിയ ഡയറക്റ്റ്. അതല്ലെങ്കിൽ f of x equal to ഫംഗ്ഷൻ എഴുതി. f of x equal to എന്തെഴുതി? f of x equal to x/2. f of x equal to x/2 പ്ലസ് 2/x. f dash x എന്താ പറയുന്നത്? f dash x is equal to f dash x that is equal to നമുക്ക് f dash x എന്ന് വെച്ചാൽ ഇത് 1/2 മൈനസ് 2/x² ആണ്. 1/xന്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x² ആണ്. ഈ f dash x equal to 0 നമ്മുടെ ഡെറിവേറ്റീവ് എന്താണ്? f dash x equal to 0. f dash x 0 എന്ന് കൊടുത്താൽ then f dash x 0 എന്ന് കൊടുത്തു. f dash x 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2 മൈനസ് 2/x² equal to 0. Then x² is equal to 4. x is equal to plus or minus 2 എന്ന് വന്നു. Then f dash x ഡെറിവേറ്റീവ് എഴുതി. f double dash x should be f double dash x is equal to 4/x³ ആണ്. Then f double dash 2 should be 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്. Therefore f of x is
is minimum at x is equal to 2 ആണ് കേട്ടോ. അപ്പോൾ എക്സ് ഈക്വൽ ടു 2-ൽ അതെന്താണ്? മിനിമമാണ്. നമ്മളതല്ലാതെ ഡയറക്റ്റും ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുത്ത് ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിച്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്തതിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് റോൾസ് ആൻഡ് ലഗ്രാഞ്ചസ് തിയറമാണ്. റോൾസ് ആൻഡ് ലഗ്രാഞ്ചസ് തിയറത്തിലേക്ക് റോൾസ് ആൻഡ് ലഗ്രാഞ്ചസ് തിയറത്തിൽ നമുക്ക് വരാം. ഡെറിവേറ്റീവിൽ വരുന്നതാണെങ്കിലും അതിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് റോൾസ് ആൻഡ് ലഗ്രാഞ്ചസ് തിയറം. റോൾസ് തിയറം പറയുന്നത് 3 പോയിന്റുകളാണ്. എ റിയൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ഇൻ ദ ക്ലോസ്ഡ് ഇന്റർവൽ എ കോമ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഇൻ ദ ക്ലോസ്ഡ് ഇന്റർവൽ എ കോമ ബി. എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവൽ എ കോമ ബി. എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി. Then there exists at least one value c in the open interval a comma b such that f dot c is equal to 0. A real function function f of x is defined. A real function f of x is defined in closed interval a comma b such that number 1, f of x is continuous. അത് continuous ആയിരിക്കണം. Continuous in closed interval a comma b. അത് കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ ആ ഗ്രാഫ് നമുക്ക് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയി വരണം. നോക്കൂ, അത് കണ്ടിന്യൂസ് ആവണം എന്ന് പറയുമ്പോൾ നമ്മളൊരു പോയിന്റിൽ നിന്നെടുത്ത് അടുത്ത പോയിന്റ് വരെ അത് കണ്ടിന്യൂസ് ആയി പോകുക എന്ന് വെച്ചാൽ വി ക്യാൻ ഡ്രോ ദ ഗ്രാഫ് വിത്തൗട്ട് ബ്രേക്കിംഗ്. ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നത് ബ്രേക്ക് ചെയ്യാതെ നമുക്ക് വരയ്ക്കാൻ സാധിക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു കർവ് ഇതിങ്ങനെ പോയി, ഇവിടെ നിന്ന് എടുത്തു, ഇങ്ങനെ വന്നു, താഴേക്ക് വന്നു, ഇവിടെ എടുത്തു, മുകളിൽ ചെന്നു, ഇങ്ങനെ പോയി. ഒന്ന് നിന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ ഈ പോയിന്റിനനുസരിച്ച് ഉണ്ടല്ലേ, ഇത് സിമെട്രിക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കുമ്പോൾ നോക്കിക്കേ, ഇത് എ മുതൽ ബി വരെ ഇതാണ് പോയിന്റ് എയിൽ തുടങ്ങുന്നത്. ഇത് എക്സ് ഈക്വൽ ടു എ ആണ്, ഇവിടെ എക്സ് ഈക്വൽ ടു ബി ആണ്, ഇവിടെ എഫ് ഓഫ് എ, ഇത് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും തുല്യമാണ്. ശരിയല്ലേ? അപ്പോൾ അത് കണ്ടിന്യൂസ് ആണ്. എല്ലാ കർവും നമ്മൾ കണ്ടിന്യൂസ് ആയി നമുക്ക് വരയ്ക്കാൻ പറ്റി, കണ്ടിന്യൂസ് ആണ്. 2, എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ. എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ. differentiable in open interval a comma b. ഓപ്പൺ ഇൻ്റർവൽ എ കോമ ബിയിൽ അത് ഡിഫറൻഷ്യബിൾ ആണ്. അതൊരു ഷാർപ്പ് എഡ്ജുകളൊന്നും വരുന്നില്ല, ഡിഫറൻഷ്യബിൾ ആണ് ആ കർവ്. ദെൻ തേർഡ് വൺ, എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും തുല്യമാണ്. ദെൻ ദർ എക്സിസ്റ്റ് അറ്റ് ലീസ്റ്റ് വൺ വാല്യൂ. ദെൻ ദർ എക്സിസ്റ്റ് അറ്റ് ലീസ്റ്റ് വൺ വാല്യൂ, കുറഞ്ഞത് ഒരു വാല്യൂ എങ്കിലും, അറ്റ് ലീസ്റ്റ് വൺ വാല്യൂ. C in open interval a comma b such that f dot c is equal to 0 ആയിരിക്കും. ഇതാണ് റോൾസ് തിയറം.
ആ റോൾസ് തിയറത്തിൻ്റെ ജോമെട്രിക്കൽ ഇവിടെ എഫ് ഡാറ്റ് സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ നിങ്ങൾക്കൊരു ടാൻജൻറ്റ് വരയ്ക്കാൻ സാധിക്കും അല്ലേ? ഇപ്പോൾ ഇവിടെ രണ്ടിടത്ത് വരയ്ക്കാൻ പറ്റും. അതിൽ നിന്നുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എടുക്കുന്ന ഈ പോയിന്റുകൾ എന്ന് പറയുന്നത് ഇത് C1 ആയിട്ട് എടുത്തോ, ഇത് C2 ആയിട്ട് എടുത്തോ. അവിടെ ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻറ്റ് എക്സ് ആക്സിന് പാരല. അപ്പോൾ എഫ് ഡാറ്റ് സി ഈക്വൽ ടു എന്താ? കുറഞ്ഞത് ഒരു പോയിന്റെങ്കിലും എടുക്കാൻ പറ്റും. എഫ് ഡാറ്റ് സി ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്കിവിടെ എടുക്കാവുന്നത് ഇതിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഇത് C1, ഇത് C2 എന്ന് പറഞ്ഞ പോയിന്റാണ്. എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ കുറഞ്ഞത് ഒരു പോയിന്റ്, ഇഫ് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ദെൻ ദെയർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 റൂട്ട്സ് ഓഫ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ. എഫ് ഡാറ്റ് സി ഈക്വൽ ടു 0. 1 roots of the derivative of the function lies inside the interval, open interval a comma b. A comma b ക്കുള്ളിൽ കിടക്കും. എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി എന്നോ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ 2 റൂട്ട്സുകളാണ് എയും ബിയും എങ്കിൽ അതിൻ്റെ എഫ് ഡാഷ് എക്സിൻ്റെ ഒരു റൂട്ട്, കുറഞ്ഞത് ഒരു റൂട്ട്, ഇഫ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ഓർ ഇറ്റ്സ് റൂട്ട് ദെൻ അറ്റ്ലീസ്റ്റ് one root of f dash x lies on a comma b. കുറഞ്ഞത് ഒരു റൂട്ടെങ്കിലും എ കോമ ബിക്ക് ഇടയിൽ കിടക്കും. എക്കും ബിക്കും ഇടയിൽ കുറഞ്ഞത് ഒരു റൂട്ടെങ്കിലും ഉണ്ട്. ഇവിടെ ഞാൻ 2 റൂട്ട് കാണിച്ചു തന്നു. കുറഞ്ഞത് ഒരു റൂട്ടെങ്കിലും ഉണ്ട്. ഇതിൻ്റെ ലഗ്രാഞ്ചസ് തിയറം നമ്മൾ പറയുമ്പോൾ ലഗ്രാഞ്ചസ് തിയറം എന്ന് പറഞ്ഞാൽ എൽ എം വി തിയറത്തിൽ ഇത് സിമെട്രി അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഏത് മൂന്നാമത്തെ പോയിന്റ് എഫ് ഓഫ് എ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ബി, മൂന്നാമത്തെ പോയിന്റ് വേണ്ട. അതിന് പകരം അതുകൂടാതെ എഫ് ഡാറ്റ് സി എന്ന് പറയുന്ന സാധനം എഫ് ഡാറ്റ് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ഈ ടേംസിൽ ഇവിടെ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ഉണ്ടാവില്ല. ഇതിന് പകരം then there exist, ഇത് കഴിഞ്ഞാൽ then there exist at least 1 value c in the open interval a comma b such that f dot c is equal to f of b minus f of a divided by b minus a. കാരണം ഈ കർവ് ആർക്ക് സിമെട്രിക് അല്ല, എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ട് നിൽക്കില്ല. അതുകൊണ്ട് ഇതാണ് ലഗ്രാഞ്ചസ് ഫസ്റ്റ് മീൻ വാല്യൂ തിയറം. ഇനി ഇതിനെ ഇൻ്റർമീഡിയറ്റ് തിയറമായി നമ്മൾ എടുക്കുമ്പോൾ ഇൻ്റർമീഡിയറ്റ് തിയറത്തിൽ നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ this is x axis, y axis. ഇവിടെ ഒരു കർവ് ഇത് ഇങ്ങനെ വരുന്നത്. ഇവിടെ ഇത് x ഈക്വൽ ടു എ, ഇത് x ഈക്വൽ ടു എ ആണ്. ദിസ് ഈസ് x ഈക്വൽ ടു ബി. എക്സ് ഈക്വൽ ടു എയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടേംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് എഫ് ഓഫ് എ ആണ് അല്ലേ, ഇതെന്താണ് എഫ് ഓഫ് ബി ആണ്. എഫ് ഓഫ് എയുടെയും എഫ് ഓഫ് ബിയുടെയും സൈനുകൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഈ കർവ് മിനിമം ഒരു പ്രാവശ്യമെങ്കിലും എക്സ് ആക്സിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, മീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 റൂട്ട്, കുറഞ്ഞത് ഒരു റൂട്ട് ഈ ഇൻ്റർവലായിരിക്കും. ഇഫ് എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ബി ലെസ് ദാൻ 0, ബോത്ത് ആർ ദ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ലെസ് ദാൻ 0 then at least 1 value, at least 1 root of f of x lies on a comma b. റോൾസ് തിയറത്തിൽ നമ്മൾ പറഞ്ഞത് എന്താ, എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ എഫ് ഡാഷ് എക്സിൻ്റെ ഒരു റൂട്ട് എക്കും ബിക്കും ഇടയിൽ കിടക്കുന്ന. ഇവിടെ ഞാൻ പറയുന്നു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഓപ്പോസിറ്റ് സൈൻ ആണ്, അല്ലെങ്കിൽ എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ബി ലെസ് ദാൻ 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ ഒരു റൂട്ട്, ഇതാണ് റൂട്ട്, എവിടെ എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്നത് എക്കും ബിക്കും ഇടയിലായിരിക്കും. ഇതാണ് ഇൻ്റർമീഡിയറ്റ് തിയറം. നമുക്ക് ചിലപ്പോൾ അത് യൂസ് ചെയ്ത് പ്രോബ്ലംസ് നോക്കാം. ഇതിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്കെടുക്കാം.
നോക്കൂ, question number 20. If the equation an x raised to n plus an minus 1 x raised to n minus 1 plus etc. a1 x equal to 0. a1 not equal to 0, n greater than or equal to 2 has a positive root x equal to alpha. Then the equation n x raised to n minus 1 plus n minus 1 a n minus 1 x raised to n minus 2 plus etc. plus a1 equal to 0 has positive root which is, look, നിങ്ങൾ ഈ ഫംഗ്ഷൻ ഇത് എടുത്താൽ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സാധനം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എൻ എക്സ് റേസ് ടു എൻ പ്ലസ് എ എൻ മൈനസ് 1 x raised to n minus 1 plus etc. plus a1 x ആണെങ്കിൽ f dash x ആരാണ്? f dash x, what is it? f dash x equal to n into an x raised to n minus 1 plus n minus 1 into an minus 1 x raised to n minus 2 plus etc. plus a1. അപ്പോൾ ഇവിടെ പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോയുടെ റൂട്ട്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നതിൻ്റെ റൂട്ട് എവിടെയാണ്? ഹാസ് എ പോസിറ്റീവ് റൂട്ട് എക്സ് ഈക്വൽ ടു ആൽഫ. ഇതിൻ്റെ ഒരു റൂട്ട് എന്താണ്? 0 ആണ്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഒരു റൂട്ട് എന്താണ്? 1 റൂട്ട് 0 ആണ്. അപ്പോൾ ഈ ടേംസിൽ നിങ്ങൾക്ക് എടുക്കേണ്ടത് എക്സ് ഇൻറ്റു, ഇതിലെല്ലാം എക്സ് ഇൻറ്റു ഉണ്ട്, എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു എ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എ എൻ മൈനസ് 1 എക്സ് റേസ് ടു എൻ മൈനസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് a1 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ട്സ്, ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണല്ലോ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എഴുതിയേക്കണം. ഇതിൻ്റെ റൂട്ട്സുകൾ ആരൊക്കെയാണ്? റൂട്ട്സുകൾ ആരൊക്കെയാണ്? എക്സ് ഈക്വൽ ടു 0 ഉണ്ട്, എക്സ് ഈക്വൽ ടു ആൽഫയുണ്ട്. ഇത് രണ്ട് റൂട്ട്സും 0 കണ്ട, എക്സ് ഈക്വൽ ടു 0 എടുക്കാം. പിന്നെ ഇത് ഈക്വൽ ടു 0 ഇവിടെ ഒരു റൂട്ട് ആൽഫയാന്ന് തന്നിട്ടുണ്ട്, അത് പോസിറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ട് റൂട്ടുകൾ മിനിമം, ഇത്തിരി റൂട്ടുകൾ ഉണ്ടാവാം, അതിൽ രണ്ട് റൂട്ടുകൾ ഒന്ന് എക്സ് ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു ആൽഫയുമാണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സിൻ്റെ കുറഞ്ഞ ഒരു റൂട്ട് ഈ 0യ്ക്കും ആൽഫയ്ക്കും ഇടയിൽ കിടക്കും. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ റൂട്ട്, അറ്റ്ലീസ്റ്റ് one of the root, at least one of the root f dash x equal to 0 lies on 0, alpha. 0യ്ക്കും ആൽഫയ്ക്കും ഇടയിലായിരിക്കും ഇതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ കുറഞ്ഞ ഒരു റൂട്ടെങ്കിലും കിടക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചോദ്യം ഇതാണ്, ഇതിൻ്റെ റൂട്ട്, ഇതതിൻ്റെ ഡെറിവേറ്റീവ് ആണ്, ഈക്വൽ ടു 0 എന്ന് ഇത് പോസിറ്റീവ് റൂട്ടാണ്, വിച്ച് ഈസ് എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ ആൽഫ, റോങ് ആണ്. ലെസ് ദാൻ ആൽഫ, കാരണം 0യ്ക്കും ആൽഫയ്ക്കും ഇടയിലാണ്, അത് കറക്റ്റാണ്. 0 ഈസ് എ ഗ്രേറ്റർ ദാൻ 0, ലെസ് ദാൻ ആൽഫയാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ തെറ്റാണ്, ഈക്വൽ ടു ആൽഫ തെറ്റാണ്, വിച്ച് ഈസ് എ കറക്റ്റ് ആൻസർ. സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. ഓക്കെ, നമ്മളിതിൻ്റെ അകത്ത് എല്ലാ പോയിന്റുകളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ മിനിമം പ്രതീക്ഷിക്കുന്നത് ഒരു ക്വസ്റ്റ്യനാണ്, മിനിമം പ്രതീക്ഷിക്കുന്നത്. അത് 3 വരെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, 3ഓളം ക്വസ്റ്റ്യൻ ഉണ്ട്, ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ വരാം. മിനിമം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടും. അതിൽ നമ്മൾ 5 പോയിന്റുകൾ വളരെ വ്യക്തമായി അതിൻ്റെ തിയറികൾ പറഞ്ഞ് അതിൽ ചോദിക്കാവുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. കാരണം നമ്മൾ ഈ ഡിസ്കഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന കുട്ടിക്ക് ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ, അത് 1 ആവട്ടെ 2 ആവട്ടെ അല്ലെങ്കിൽ 3 ആവട്ടെ, ആ ചോദ്യങ്ങളെല്ലാം കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തത്. കാരണം നമ്മൾ പറഞ്ഞ ഓരോ തിയറിക്കും അനുബന്ധമായി ചോദിച്ചിട്ടുള്ളതും ഇമ്പോർട്ടൻ്റായും ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ശൈലിയിലും എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ അതേപോലത്തെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ഞങ്ങൾക്ക് ഉറപ്പാണ്
നിങ്ങൾക്കെല്ലാവർക്കും 100% മാർക്ക് കിട്ടും. ഓക്കെ, എല്ലാവർക്കും വിജയ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഈ ലൈവ് സെക്ഷൻ തീരുകയാണ്. ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളെയും ബേസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഇനിയും എടുത്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത്, അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രോബ്ലംസ് എടുത്ത്, ഇതിന് വേണ്ടിയിട്ട് പ്രോബ്ലം എടുത്ത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പ്രാക്ടീസ് ചെയ്യണം. തിയറി പോലും പഠിക്കുന്നത് പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്തായിരിക്കണം തിയറി പഠിക്കേണ്ടത് എന്ന് ഓർക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.